കർത്താവിന്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഉത്തമഗീതം 2-ാം അധ്യായം നമുക്ക് എടുക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം. 2-ാം അധ്യായം തുടങ്ങി 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വരെ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ്. ഉത്തമഗീതം 2:8 തുടങ്ങി 3:5 വരെ ഒരു പ്രത്യേക ഭാഗമാണ്. നമുക്കിപ്പോൾ 8 തുടങ്ങി 17 വരെയുള്ള വാക്യം നമുക്കൊരാവർത്തിയമായി. അതാ എന്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. എന്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്കു പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, അഴിക്കിടയിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. വെയിലാറി നിഴൽ കാണാതെയാകുവോളം എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്കാം. രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു. വീതികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. എന്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നവരെ അവനെ വിട്ടില്ല. യെരുശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. കഴിഞ്ഞ ദിവസം നമ്മള് ഉത്തമഗീതത്തിൽ നിന്ന് കർത്താവും സഭയുമായിട്ടുള്ള വളരെ അഭേദ്യമായ സ്നേഹബന്ധത്തിന്റെ ആ ചിത്രം നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളതിന്റെ 6-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചു. അവന്റെ ഇടം കൈ എന്റെ തലയുടെ കീഴെ ഇരിക്കട്ടെ, വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. അവന്റെ ആണിപ്പഴുതുള്ള കരത്തിന്റെ കീഴിൽ ഭദ്രമായിരിക്കുന്ന ശുനമിയുടെ ചിത്രമാണ്. ദൈവസഭ അവരോടൊത്ത് ഏറ്റവും അഭേദ്യമായ ഒരു ബന്ധം അനുഭവിക്കുന്ന ചിത്രം നമ്മൾ കണ്ടുകൊണ്ട് 7-ാം വാക്യത്തിൽ വന്നപ്പോൾ, യെരുശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. ആ വിധത്തിൽ അവൾ ആ സ്നേഹബന്ധം ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ വായിച്ച വേദഭാഗം മുമ്പ് ചിന്തിച്ചതിൽ നിന്ന് തുലയും വ്യത്യസ്തമാണെന്ന് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, മുമ്പുണ്ടായിരുന്ന അഭേദ്യമായ സ്നേഹബന്ധം ഇല്ലാതെ അവന്റെ കരത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ ആ 2 കരങ്ങളുടെ മധ്യത്തിൽ വിശ്രമിച്ചിരുന്ന ശുനമി ഇപ്പോൾ പറയുന്നു, ഇതാ അവൻ മതിൽക്ക് പുറത്തു നിൽക്കുന്നു. 2:9 നോക്കിയാട്ടെ. ഇതാ അവൻ മതിൽക്ക് പുറത്തു നിൽക്കുന്നു. എന്നാൽ 6-ാം വാക്യത്തിൽ ഇടം കൈ അവളുടെ തലയ്ക്ക് കീഴിലും വലം കൈ കൊണ്ട് അവളെ ആശ്ലേഷിച്ചിരിക്കുകയാണ്. ഇവിടെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ 7-ാം വാക്യം വരെയുള്ള ആ ഇന്റിമസി, ആ അഭേദ്യമായ ബന്ധത്തിനൊരു വ്യത്യാസം വന്നു. കാരണം ഇവിടെ ഇപ്പോൾ വായിക്കുമ്പോൾ ആ പ്രിയൻ അവളോടൊത്ത് ആ മുറിക്കകത്തില്ലേ, ആ പ്രിയനും അവളുമായിട്ട് ആ വലിയ അഭേദ്യ ബന്ധം കാണുന്നില്ല. ഇവിടെ വായിച്ചാൽ നമുക്കറിയാം, അവൻ പുറത്തു നിൽക്കുകയാണ്, അവൾ അകത്താണ്. അവൾ അകത്തും അവൻ പുറത്തു നിൽക്കുകയാണ്. മാത്രമല്ല, നമ്മളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പ്രിയൻ അവളെ ഉണർത്തുകയാണ്. വരിക, എന്റെ കൂടെ വരിക. ആ 10-ാം വാക്യത്തിൽ, എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. റൈസ് അപ്പ് മൈ ലവ് മൈ ഫേവൺ കം അവേ. നീ എഴുന്നേറ്റ് എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ആ മതിലിന്റെ പുറത്തു നിൽക്കുന്ന ഒരു പ്രിയന്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ, ആത്മീയ ജീവിതത്തിന്റെ പ്രത്യേക ഒരു സന്ദർഭത്തെ ഇത് പഠിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ആഗ്രഹം കർത്താവുമായിട്ടുള്ള വലിയ ബന്ധത്തിൽ, സ്നേഹത്തിൽ അങ്ങനെ നമുക്ക് കഴിഞ്ഞുകൂടണമെന്നാണ്. ഇപ്പോൾ ശൂനമയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച പോലെ ആ കരത്തിന്റെ ഉള്ളിലെ സ്പർശനമേറ്റ്
അവനോടൊത്ത് ഇതാ നമുക്കൊരു കിടക്കയുണ്ട്, അത് പച്ചയാണ്. നമുക്കൊരു വീടുണ്ട്, ആ വീട്ടിൽ ആ പച്ചയായ കിടക്കയിൽ അവനോടൊത്തുള്ള അഭേദ്യമായ ബന്ധത്തിൽ, ആ ഇന്റിമസിയിൽ അങ്ങനെ കഴിഞ്ഞുകൂടുവാനാണ് അവൾക്ക് ആഗ്രഹം. പക്ഷെ ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ അത് സാധിക്കില്ല. കർത്താവിനോടുള്ള സ്നേഹബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളർന്നെങ്കിലേ സാധിക്കുള്ളൂ. കാരണം ഇവിടെ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു പരാജയമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം നമ്മളുടെ വിശ്വാസകോളത്തില് ഏറിയ പങ്കാളുകൾക്കും എന്താണെന്ന് ചോദിച്ചാൽ ഈ വിധത്തിലുള്ള ഒരു ആത്മജീവിതം മതി. കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, ഒന്നിച്ച് വസിച്ചു, ഇങ്ങനെ ഒന്നിച്ച് ആ കർത്താവുമായിട്ട് മതിലിന്റെ ഉള്ളിലുള്ള ഒരു സ്നേഹബന്ധം. എന്നാൽ പ്രിയൻ ഇപ്പോൾ മതിലിന്റെ ഉള്ളിലല്ല. അവൻ യെരുശലേമില് ആ മതിലിന്റെ പുറത്ത് നിന്നുകൊണ്ട് അവളെ വിളിക്കുകയാണ്, നീ എന്റെ കൂടെ വരിക. രണ്ടാവർത്തി ഇവിടെ വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 10-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും എന്റെ പ്രിയെ നീ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവന് ആഹ്വാനം ചെയ്യുകയാണ്. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 12 തൊട്ടുള്ള വാക്യത്തിൽ വായിച്ചാൽ ഈ ക്ഷണം വാസ്തവത്തിൽ അവൾ അനർത്ഥമാക്കി തീർക്കുന്നില്ല വേണ്ടവണ്ണം. എന്നാൽ 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ആരെയാ വിളിക്കുന്നത് നോക്കിയാട്ടെ. 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, പ്രിയ വരിക, നാം വെളിപ്രദേശത്ത് പോകാം, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. മതി. 13-ാം വാക്യത്തിൽ, ആദ്യകാലത്ത് എഴുന്നേറ്റ് മുന്തിരികൾ പൂത്തിരിക്കുന്നോ, മാതളപ്പഴം പൂത്തുവെന്ന് നമുക്ക് നോക്കാം, അവിടെ വെച്ച് ഞാൻ എന്റെ പ്രേമം തരും. There will I give thee my love. Where? There will I give thee my love. അവിടെ എന്റെ പ്രേമം നിനക്ക് തരും. എവിടെ? ഈ എന്തൊരു ചിന്തയാണെന്ന് ഓർത്താട്ടെ. അവന്റെ വയലിലേക്ക് അവൻ വിളിക്കുകയാണ്. അവനോടൊത്ത് ആ മലമ്പ്രദേശത്തിലേക്ക് ഇറങ്ങുവാൻ, അവനോടൊത്ത് ആ മലമ്പ്രദേശത്തിൽ അധ്വാനിക്കുവാൻ വിളിക്കുമ്പോൾ അവൾ അതിന് സന്നദ്ധയല്ലായിരുന്നു. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം വാക്യത്തിൽ അവൾ അവനെ വിളിക്കുകയാണ്, പ്രിയ വരിക, നമുക്ക് പോകാം, ലെറ്റ് us go. ഒരിക്കൽ പ്രിയൻ ആഹ്വാനം ചെയ്തപ്പോൾ അവൾക്ക് വരാൻ മടിയായിരുന്നു. എന്നാൽ പ്രിയനെ അവർ വിളിക്കുന്ന ഒരു സന്ദർഭം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണുകയാണ്. എവിടോട്ടാ വിളിച്ചതെന്ന് നമ്മൾ കാണുന്നു. നമുക്ക് പോകാം, നമുക്ക് വയലിലേക്ക് പോകാം, അവിടെ വെച്ച് ഞാൻ എന്റെ പ്രേമം നിനക്ക് തരും. ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ ആ മതിലിന്റെ ഉള്ളിലുള്ള ഒരു സ്നേഹത്തിൽ ഒതുങ്ങുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് കർത്താവിന്റെ ആഗ്രഹം നമ്മളെക്കുറിച്ച് അപ്പസ്തോലത്തിൽ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോലത്തിൽ 1:8 എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാവും. ആദ്യം യെരുശലേമിൽ, പിന്നെ യഹൂദയിൽ, പിന്നെ ശമര്യയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. നോക്കുക, ഇവിടെ യെരുശലേമിന്റെ ഉള്ളിൽ അവൾ ഒതുങ്ങുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്റെ പ്രിയൻ മതിൽക്ക് പുറത്തു നിൽക്കുന്നു. യെരുശലേം നഗരമെന്ന് പറഞ്ഞാൽ മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്. 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും, ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ച് വീതിയിലും വിശാലസ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും, നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്ന് വായിക്കുന്നു. നഗരം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന യെരുശലേമാണ്. യെരുശലേം നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ. നഗരം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യെരുശലേം പട്ടണമാണ്. എന്നാൽ ഈ പ്രിയൻ ഇപ്പോൾ നിൽക്കുന്നത് യെരുശലേമിന്റെ പുറത്താണ്. യെരുശലേമിന്റെ പുറത്താണ്. യെരുശലേമിന്റെ പുറത്ത് നിന്നുകൊണ്ടാണ് അവൻ വിളിക്കുന്നത്. ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ, വിശാല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ, മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവാൻ, മാതളപ്പഴം പൂത്തോന്ന് നോക്കുവാൻ, അങ്ങോട്ട് പോകാൻ വേണ്ടി വിളിക്കുകയാണ്. എന്നാൽ അവൾ ഇപ്പോഴും നിൽക്കുന്ന യെരുശലേമിന്റെ ഉള്ളിലാണ്. നമ്മുടെയൊക്കെ ചിത്രമാണ്. നമ്മളൊക്കെ അതുപോലാണ്. ആദ്യ നൂറ്റാണ്ടിലെ സഭയെ ശ്രദ്ധിച്ചാലും അവർക്ക് എവിടെയാണെന്നറിയാമോ? അവര് ആ യെരുശലേമിന്റെ ഉള്ളിൽ തന്നെ വസിച്ചു. അപ്പസ്തോലത്തിൽ 2-ാം അധ്യായത്തിന്റെ 45-47 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവര് ആ യെരുശലേമിന്റെ ഉള്ളിൽ തന്നെ അവർ വസിക്കുകയാണ്. ആ വാക്യം നോക്കാം. എല്ലാവരും ഒരുമിച്ച് സകലവും പൊതുവകയും നിന്നുകയും ജന്മഭൂമി വസ്തുക്കളും വിറ്റു, അവനവൻ ആവശ്യമുള്ള പോലെ എല്ലാവരും പങ്കിട്ടു, ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടുകയും വീട്ടിൽ അപ്പം നുറുക്കുകയും ഉല്ലാസവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. നോക്കുക, അവര് യെരുശലേമിൽ തന്നെ വസിച്ചുകൊണ്ട് വളരെ ഹൃദയപരമാർത്ഥതയോടെ സന്തോഷത്തോടുകൂടി കഴിയുകയാണ്. എന്നാൽ കർത്താവ് എന്താ ദൗത്യം കൊടുത്തത്? 1:8, 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങൾ ശക്തി ലഭിച്ച് യെരുശലേമിൽ തന്നെ നിൽക്കണമെന്നാണോ പറഞ്ഞത്? ഇപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിന്റെ സഭ യെരുശലേമിൽ തന്നെ ഒതുങ്ങുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാവും. എന്നാൽ ഇവര് ഇതിന്റെ ഉള്ളിലാണ്. നമ്മളെ സംബന്ധിച്ചൊക്കെ ഇതുപോലെ ഒരു മതിലിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാനാണ് നമുക്കൊക്കെ ആഗ്രഹം. ഇന്നുള്ള സഭയിലുള്ള ഏറിയ പങ്കും വാസ്തവത്തിൽ കർത്താവിന്റെ ഈ ദൗത്യം മനസ്സിലാക്കാതെ മതിലിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. പത്രോസിന് ഈ അനുഭവം ഉണ്ടായി. പത്രോസ് നമ്മൾ മർക്കോസിന് സുവിശേഷം 9:2-5 വരെയുള്ള വാക്യത്തില് ആ മറുരൂപ മലയിൽ വെച്ച് കർത്താവിന്റെ മഹത്വം കണ്ടപ്പോൾ പത്രോസ് പറയുകയാണ്,
മൂന്ന് കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്ക് ഏലിയാവിനും ഒന്ന് നിനക്ക്. ഇവിടെ ഇങ്ങനെ അങ്ങ് പാർക്കാമെന്ന് പത്രോസ് പറയുകയാണ്. ആ മലയുടെ ഉന്നതമായ അവസ്ഥ. എന്നാൽ പത്രോസിനെ കൊണ്ട് കർത്താവിന്റെ ആഗ്രഹം എന്നാ? അവൻ താഴ്വരയിലേക്ക് ഇറങ്ങി ആയിരങ്ങളെ രക്ഷിപ്പാൻ, അവനെ കൊണ്ട് രക്ഷിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ പത്രോസിന്റെ ആഗ്രഹം നമുക്കിങ്ങനെ അങ്ങ് വസിക്കാം, ഈ മലയിൽ വസിക്കാം, ഈ കർത്താവിനോടൊത്തുള്ള കൂട്ടായ്മയിൽ ഇങ്ങനെ അങ്ങ് വസിക്കാം. നോക്കുക, സഭയിലുള്ള ഏറിയ പങ്ക് ആളുകളുടെ ആഗ്രഹം എന്നാ? ഈ മതിലിന്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങ് വസിക്കാം. 1-ാം നൂറ്റാണ്ടിലെ സഭയെ സംബന്ധിച്ചും ഇങ്ങനെ ഈ മതിലിന്റെ ഉള്ളിൽ വസിക്കാനായിട്ടൊരു കൊതിയാണ്. എന്നാൽ നമ്മൾ വായിക്കുന്നുണ്ട്, യെരുശലേമിലെ സഭയ്ക്ക് പീഡയുണ്ടായി, അവർ ചിതറിപ്പോയപ്പോൾ സുവിശേഷവുമായിട്ട് പോവുകയാണ്. നമുക്കിനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഉത്തമഗീതത്തിലേക്ക് കടന്നു വരാം. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. നോക്കുക, ഇന്ന് ആ പ്രിയന്റെ കരത്തിന്റെ ഉള്ളിലല്ല അവൾ ഉറങ്ങുകയാണ്. ഇതിന് പറയുന്നത് എ സ്ലംബർ ഓഫ് ദ സ്പിരിറ്റ്, അതായത് പ്രാണന്റെ ഒരു ഉറക്കം, ആത്മിക ഉറക്കം. ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പ്രിയനെ കുറിച്ചൊന്ന് നോക്കിയാട്ടെ. അതിന്റെ 8-ാം വാക്യത്തിൽ, അതാ എന്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചുകൊണ്ടുവരുന്നു. എന്റെ പ്രിയൻ ചെറുമാനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ കിളിവാതിൽക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, അഴിക്കിലൂടെ ഒളിഞ്ഞു നോക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്. ഈ പ്രിയൻ എവിടെയാണെന്നാ പറഞ്ഞത്? അവൻ മതിൽക്ക് പുറത്ത് നിൽക്കുന്നു. അവൻ പുറത്ത് നിന്നിട്ട് എന്താ ചെയ്യുന്നത്? അവൻ അഴിക്കിടയിലൂടെ നോക്കുകയാണ്, അവളെ ഉണർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ പുറത്ത് നിൽക്കുകയാണ്. ഹി സ്റ്റാൻഡിങ്. വചനത്തിൽ എപ്പോഴും നിൽക്കുന്നത് ശുശ്രൂഷ കാണിക്കുകയാണ്. സമാഗമന കൂടാരത്തിൽ പുരോഹിതന്മാർ ഇരിക്കുന്നില്ലേ? അബ്രഹാമിന്റെ സന്നിധിയിൽ വന്ന 3 ദൂതന്മാരെ നമ്മൾ വായിക്കുന്നു. അവൻ പിചുലവൃക്ഷത്തിന്റെ ചോട്ടിൽ അവൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു. ഗബ്രിയേലിനെ കുറിച്ച് വായിക്കുന്നു. ഗബ്രിയേൽ പറയുന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിൽക്കുന്നത് ശുശ്രൂഷയെ കാണിക്കുകയാണ്. നിൽക്കുന്ന ശുശ്രൂഷയെ കാണിക്കും. ഇവിടെ നോക്കുക, പ്രിയൻ മതിൽക്ക് പുറത്ത് നിൽക്കുകയാണ്. എന്തിനാണ് പുറത്തു നിൽക്കുന്നത്? പുറത്തു നിന്നിട്ട് അഴിക്കിടയിലൂടെയും കിളിവാതിലൂടെയും അവളെ ഉണർത്തിക്കൊണ്ട് അവളോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. റൈസ് അപ്പ് മൈ ലവ് മൈ ഫേവൺ കം അവേ. എന്റെ പ്രിയ നീ എഴുന്നേറ്റ് എന്റെ കൂടെ വരിക. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. 2 പ്രാവശ്യം പറയുന്നുണ്ട്. 13-ാം വാക്യത്തിലും റൈസ് അപ്പ് മൈ ലവ് മൈ ഫേവൺ കം അവേ. പ്രിയൻ ആ മലമ്പ്രദേശങ്ങളിൽ കൂടെ, താഴ്വരയിലൂടെ അവൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ലോകത്തിൽ അവന്റെ പദ്ധതി അവൻ നിർവഹിക്കുകയാണ്. സഭയോടുള്ള ദൗത്യം അവൻ കൊടുത്തു. അവൻ നിങ്ങൾ യെരുശലേമിൽ മാത്രമല്ല, യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോകണം. എന്നാൽ സഭ അവിടെ ഇരിക്കുകയാണ്. നോക്കുക, വ്യക്തിപരമായ ജീവിതത്തിലും ശൂന്യമി നമ്മൾ ഓർത്തതുപോലെ അവനോടുള്ള ബന്ധം മാത്രം കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ദൗത്യം വാസ്തവത്തിൽ നിർവഹിക്കുന്നില്ലേ? അവളെ ഉണർത്തുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാട്ടെ. അവൻ പറയുന്ന വാക്കുകളിലൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദേശം 7 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഉണർത്തുകയാണ്. എന്താ പറയുന്നത്? ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയി, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു, വള്ളിത്തല മുറിക്കുന്ന കാലം വന്നിരിക്കുന്നു, കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു, അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്തു സുഗന്ധം വീൽക്കുന്നു. എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരികയാണ്. ഈ ആത്മീയ ഗീതത്തില് അവളുടെ ആത്മീക നിലവാരത്തിന്റെ 7 മുഖങ്ങളെ പ്രിയൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളെ ഉണർത്തുകയാണ്. 1, ദ വിന്റർ ഈസ് പാസ്റ്റ്. ശീതകാലം കഴിഞ്ഞുപോയി. നമ്മൾ മനസ്സിലാക്കണം, ഇത് പലസ്തീന്റെ ശീതകാലമാണ്. പലസ്തീനിലെ ശീതകാലം, അതിനോട് എടുത്തു പറഞ്ഞു, ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയി. ശൈത്യമുള്ള കാലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന പലസ്തീന്റെ മണ്ണിൽ ആർക്കും പുറത്തിറങ്ങുവാൻ സാധിക്കില്ല. മഞ്ഞുകൾ വീണ് ആ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഉറങ്ങിക്കിടക്കുന്നൊരവസ്ഥ. ശീതകാലം എല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. ശീതകാലം കാണിക്കുന്നത് ഇനാക്ടിവിറ്റി, പ്രവർത്തന ശൂന്യമായ ഒരു കാലഘട്ടം, ഉറങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടം. നോക്കുക, മരിച്ച ഒരവസ്ഥയാണ് വാസ്തവത്തിൽ ശീതകാലം. നമ്മൾ വിദേശ രാജ്യത്തും മഞ്ഞു വീഴുന്ന സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാം, ആ ശീതകാലം വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല, വേണ്ടവണ്ണം പുഷ്പങ്ങൾ പോലും കാണാനില്ല. കാനഡയിലൊക്കെ ചെന്നാൽ വളരെ മനോഹരമായൊരു ദേശമാണ് കാനഡ. പക്ഷെ ആ 6 മാസം കാനഡ മഞ്ഞു മൂടി കിടക്കുക. പിന്നെ അടുത്ത 6 മാസം ആ ദേശത്തൂടെ യാത്ര ചെയ്താൽ പൂക്കളാണ്, എല്ലായിടത്തും പൂക്കളും, മനോഹരമായ ദേശമാണ്. നോക്ക, ഇവിടെ അതേ ആശയമാണ്. ശീതകാലം കഴിഞ്ഞു, പുഷ്പങ്ങൾ കണ്ടു തുടങ്ങി. മനസ്സിന്റെ വിന്റർ ടൈം ഈസ് ഓവർ, സ്പ്രിംഗ് ഹാസ് കം. ആ ശീതകാലം കഴിഞ്ഞിട്ട് ആ സ്പ്രിംഗ് അങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഉണർവിന്റെ, ഉന്മേഷത്തിന്റെ, ജീവിതത്തിന്റെ സമൃദ്ധിയുടെ കാലഘട്ടം വന്നു. നീ ഇങ്ങനെ ഇരിക്കേണ്ടവളല്ല, നീ എഴുന്നേൽക്കുക. ഇതെല്ലാം അവരോട് പറഞ്ഞവളെ ഉണർത്തുകയാണ്. അബാൻഡന്റ് ലൈഫ്, അവൾക്ക് ലഭിച്ച ആ സമൃദ്ധമായ ജീവനെ കാണിക്കുകയാണ്. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു, പുഷ്പങ്ങൾ കണ്ടുവരുന്നു. എന്താണ് പുഷ്പങ്ങള്?
ആ ജീവന്റെ തുടിപ്പുകൾ കണ്ടു തുടങ്ങി. പിന്നെ വള്ളിത്തല മുറിക്കുന്ന കാലം വന്നിരിക്കുന്നു. വള്ളിത്തല മുറിക്കുന്ന കാലം എപ്പോഴാണ്? നമുക്ക് നോക്കാം. ലേവ്യാപുസ്തകം 25:3-4 വാക്യം നോക്കിയാട്ടെ. ലേവ്യാപുസ്തകം 3-4 വാക്യത്തില് അവിടെ വായിക്കുന്നു, 6 സംവത്സരം മുന്തിരിവള്ളിത്തല മുറിക്കുകയും 7-ാം സംവത്സരത്തിൽ മുറിക്കരുതെന്ന് പറഞ്ഞു. 7-ാം സംവത്സരം ശബത്താണ്. ആ ശബത്തിന്റെ ദിവസം അത് മുറിക്കാൻ പാടില്ല, വർഷം. അപ്പോൾ ആ ഒരു വർഷം മുഴുവൻ അത് മുറിക്കാതെ കിടന്നിട്ട് 8-ാം വർഷമായപ്പോൾ അത് മുറിക്കുന്ന സമയം വന്നു. ഈ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിയാട്ടെ, വള്ളിത്തല മുറിക്കുന്ന കാലം വന്നു. അതുപോലെ 7-ാം വർഷം കഴിഞ്ഞിട്ട് 8-ാം വർഷത്തിൽ പ്രവേശിക്കുമ്പോഴാണ് വള്ളിത്തല മുറിക്കുന്നത്. 7-ാം വർഷം ശബത്തിന്റെ അനുഭവമാണ്. വീണ്ടും പ്രവർത്തന നിരതമല്ലാത്തൊരു കാലഘട്ടം. ലേവ്യാപുസ്തകം 25:3-4 വാക്യമാണ്. 8-ാം വർഷമാണ് വാസ്തവത്തിൽ വള്ളിത്തല മുറിക്കുന്ന കാലം. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 8-ാം ദിവസം എന്തിനാ കാണിക്കുന്നതെന്ന് അറിയാമോ? 8 ബൈബിളിൽ എന്തിനാ കാണിക്കുന്നതെന്ന് അറിയാമോ? റിസറക്ഷൻ അല്ലെങ്കിൽ പുതിയ തുടക്കത്തെ കാണിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ട് 8-ാം ദിവസം. ബൈബിളിൽ അതിന് പ്രത്യേകതയുണ്ട്. ഞാൻ വേണേ വാക്യങ്ങൾ എടുത്തു തരാം. പരിച്ഛേദന ഏൽക്കുന്നത് എപ്പോഴാണ്? 8-ാം ദിവസമാണ്. വാക്യങ്ങൾ വേണേ നോട്ട് ചെയ്ത് കൊള്ളുക. ഉൽപ്പത്തി 17:12, 21:4. ഉൽപ്പത്തി 17:12, 21:4, ലൂക്കോസ് 2:21. 8-ാം ദിവസമാണ് പരിച്ഛേദന ഏൽക്കുന്നത്. ഇനി വേറെ നോക്കാം. ലേവ്യാപുസ്തകം 14:10-20 നോക്കിയാട്ടെ. ലേവ്യാപുസ്തകം 14:10. ലേവ്യാപുസ്തകം 14 കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം എന്താ നടത്തുന്നത് നോക്കിയാട്ടെ. ദൈവം അറിയാതെ പറഞ്ഞതല്ല ഒന്നും. ലേവ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, 20-ാം വാക്യം. യെസ്. 8-ാം ദിവസം അവൻ ഊനമില്ലാത്ത 2 ആൺകുട്ടിയെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്തൊരു പെണ്ണാടിനെയും ഭോജനേകമായി ചേർത്ത 3 ഗനേയമാവും കുറ്റിയും എണ്ണയും കൊണ്ടുവരണം. 20-ാം വാക്യം, പുരോഹിതൻ ഹോമയാഗം ഭോജനയാഗം യാഗപീഠത്തിൽ അർപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. സൗഖ്യം വരുന്ന കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം നടന്ന് അവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കുന്ന 8-ാം ദിവസം. പരിച്ഛേദന ഏൽപ്പിക്കുന്നത് 8-ാം ദിവസം. വള്ളിത്തല മുറിക്കുന്നത് 8-ാം സംവത്സരം. 8 ഒരു പുതിയ തുടക്കത്തെ കാണിക്കും. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കാണിക്കുന്നു. എ ന്യൂ ബിഗിനിങ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, വള്ളിത്തല മുറിക്കുന്ന കാലം വന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു ശൈത്യത്തിന്റെ അനുഭവമായിരുന്നു. നിന്റെ ജീവിതത്തിലെല്ലാം മുറുകിക്കിടന്നിരുന്നു. ജീവനില്ലാതെ മരിച്ച അവസ്ഥയായിരുന്നു. അതെല്ലാം മാറി. ശീതകാലം മാറിപ്പോയി. പുഷ്പങ്ങൾ നിന്നിൽ കണ്ടു തുടങ്ങി. ജീവന്റെ തുടിപ്പുകൾ കണ്ടു തുടങ്ങി. നമ്മളിവിടെ വായിക്കുന്നു, പുഷ്പങ്ങൾ കണ്ടു തുടങ്ങി. വള്ളിത്തല മുറിക്കുന്ന കാലം വന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടൈം ഓഫ് ആക്ടിവിറ്റി. 8-ാം വർഷം, 7-ാം വർഷം മുഴുവൻ അവർ ശബത്ത് അനുഭവിച്ചു. 8-ാം വർഷം വന്നപ്പോൾ അവർ വളരെ ആക്റ്റീവാകുകയാണ്. അവരുടെ വയലിലേക്ക് ഇറങ്ങി വള്ളിത്തല മുറിക്കുന്നു. അവരുടെ വയലുകളൊക്കെ അവർ ക്രമീകരിച്ച് കൃഷികളൊക്കെ നടത്തുന്നു. അവർ വീണ്ടും വളരെ പ്രവർത്തന നിരതരായി. കർത്താവ് പ്രിയെ ഓർപ്പിക്കുകയാണ്, ഇത് പ്രവർത്തിക്കേണ്ട സമയമാണ്. വള്ളിത്തല മുറിക്കുന്ന കാലമാണ്. മാത്രമല്ല അവർ എടുത്തു പറഞ്ഞു, 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. 5-ാമത് പറഞ്ഞു, കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. The voice of the turtle dove is heard. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നു. നിന്നിൽ ആ പ്രാവിന്റെ ശബ്ദം കേട്ടു തുടങ്ങി. സ്തുതി സ്തോത്രങ്ങൾ. അത്തികായ്കൾ പഴുക്കുന്നു. The fig tree putteth forth her green figs. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. ഈ അത്തികായ്കൾ പഴുക്കുന്നു എന്ന് പറയുമ്പോൾ വചനത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, അത്തികായ്കൾ പഴുക്കുന്നത് ശീതകാലം കഴിഞ്ഞ് വേനലിലോട്ട് കയറുമ്പോഴാണ്. ഇവിടെ ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയി, അത്തികായ്കൾ പഴുക്കുന്നു. കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിലും മത്തായി 24:32 കർത്താവ് പറഞ്ഞല്ലോ, അത്തി തളിർക്കുന്ന നിങ്ങൾ കാണുമ്പോൾ വേനലെടുത്തെന്ന് അറിയുന്നു. മാത്രമല്ല ലൂക്കോസിന് സുവിശേഷം 21:29 തൊട്ട് കർത്താവ് പറഞ്ഞു, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്ന കാണുമ്പോൾ വേനലെടുത്തു നിങ്ങൾ അറിയുന്നു. അപ്പൊ വേനൽക്കാലം ഏത് കാലമാണ്? അത്തികായ്കൾ പഴുക്കേണ്ട സമയമാണ്. വേനലെടുത്തെന്നറിയുന്നു. ശീതകാലത്തിൽ മറ്റു വൃക്ഷങ്ങളിൽ നിന്ന് ഈ അത്തിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത. ശീതകാലത്ത് അതിൽ കായ്കൾ ഉണ്ടായി വേനലിലോട്ട് പ്രവേശിക്കുമ്പോൾ അതിനകത്ത് കായ്കൾ പഴുത്ത് ഭാഗമായി വരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളുത്ത് കാണുമ്പോൾ വേനലെടുത്തെന്നറിയുക. യഹൂദനെ ശപിച്ചതെന്തിനാണ്? ഫലമില്ലാതാണ്. അപ്പോൾ അത്തിവൃക്ഷം വീണ്ടും തളുത്തു കണ്ടാൽ വേനലെടുത്തു, ഫലമുണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. യഹൂദനവന്റെ മഷിയെ തിരിച്ചറിയാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. കർത്താവ് പറഞ്ഞ ആശയമാണ്. ഇവിടെയും അതേ ആശയം വന്നിരിക്കുന്നത്. അത്തികായ്കൾ പഴുക്കുന്നു, ശീതകാലം കഴിഞ്ഞ് വേനലിലോട്ട് കയറുകയാണ്. 6-ാമത്തെ കാര്യം അവിടെയാണ്.
ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ആത്മീയമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും ശ്രദ്ധിക്കാം. ശീതകാലത്തിന്റെ ഫലമാണ് അത്തിക്കായുടെ ഫലം. യെസ്, യഹൂദനെ സംബന്ധിച്ച് അത് തന്നെയാണ്. അവൻ പീഡനകാലത്തിന്റെ കഷ്ടതയിൽ കടന്നിട്ടാണ് അവൻ ഈ ഫലം ഉണ്ടാകുന്നത്. എന്നാൽ ഈ അത്തിക്കായുടെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന്റെ ജീവിതത്തിൽ കഷ്ടത മൂലം ഉണ്ടാകുന്ന ഫലങ്ങൾ. അങ്ങനെ ഫലമുണ്ടോ? ഉണ്ട്. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ്. ഞാൻ ചോദിച്ചോട്ടെ, കഷ്ടതയില്ലാതെ സഹിഷ്ണുത നമ്മൾ ഉണ്ടാകത്തില്ലേ? നമ്മൾക്ക് കഷ്ടത തരാനും സഹിഷ്ണുത ഉണ്ടാകത്തില്ലേ? സഹിഷ്ണുത എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ഉണ്ടാകുന്നത് നമ്മൾ അസ്വസ്ഥരാകുമ്പോഴാ, കഷ്ടത കടന്നു വരുമ്പോഴാ. നമ്മളങ്ങ് അസ്വസ്ഥരാകുന്നു. അതിൽ നിന്ന് ഒരു കാര്യം ഉണ്ടാകുന്നു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധത. സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്രൂവ്ഡ്നെസ്, അംഗീകാരം ഉണ്ടാകുന്നു. എന്താണ്? കഷ്ടത വരുമ്പോൾ അത് സഹിക്കുന്ന മനുഷ്യന് ദൈവസന്നിധിയിൽ അംഗീകാരം ഉണ്ടാകുന്നു. അത് അവന് പ്രത്യാശ ഉളവാക്കുന്നു. അവൻ ശാന്തമായി അനുഭവിക്കുമ്പോൾ പ്രത്യാശ മൂലം അവൻ അനുഭവിക്കുന്നു. അതിന്റെ ഫലമുണ്ടായി എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കുക, അത്തികായകൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ, പഴുക്കുന്നു എന്ന് പറഞ്ഞാൽ ശീതകാലത്തിന്റെ ഫലമാണ്. ദൈവജനത്തിൽ ഉണ്ടാകുന്ന ഫലത്തെ അത് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. 7-ാമത്തേത് എന്താണ്? 7-ാമത്തെ, മുന്തിരിവള്ളി പൂത്തു സുഗന്ധം വീശുന്നു. മുന്തിരിവള്ളി പൂക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ചെറിയ പൂക്കളാണ് മുന്തിരിവള്ളിയുടെ, കുഞ്ഞു പൂക്കൾ. മുന്തിരിവള്ളിയുടെ പൂക്കൾ ഉണ്ടായാൽ അതിന്റെ പുറകിൽ കൊച്ചു മുന്തിരിങ്ങ ഉണ്ടായിരിക്കും. അപ്പോൾ പൂക്കൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് അഷ്വേർഡ് ദാറ്റ് ദെർ ഈസ് ഗോയിങ് ടു ബി ഗ്രേപ്സ്. മുന്തിരിങ്ങ ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ മുന്തിരിയുടെ പുഷ്പങ്ങൾ ഇങ്ങനെ ആ സുഗന്ധം വീശി തുടങ്ങിയാൽ മനസ്സിലാക്കിക്കോണം, ഫലമുണ്ടാകാൻ പോകുന്നു. നോക്കുക, ഒരിക്കലേ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവള് പറഞ്ഞു, എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല. അവളുടെ മുന്തിരിത്തോട്ടം, ആ പ്രിയൻ ഏൽപ്പിച്ച മുന്തിരിത്തോട്ടം, ദൈവസഭയിലുള്ള ശുശ്രൂഷയെ അവൾ അവഗണിച്ചു കളഞ്ഞു. എന്നാൽ അവളുടെ സ്വന്തം മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ചിന്തയുണ്ടായി, അത് നോക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? അത് പൂത്തു തുടങ്ങി, ഫലങ്ങൾ വന്നു തുടങ്ങി. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, ഇത് റിസറക്ഷൻ ലൈഫിനെ കാണിക്കുന്നു, പുനരുത്ഥാന ജീവിതത്തെ കാണിക്കുന്നു. കാരണം എന്താ? ശീതകാലം കഴിഞ്ഞിട്ടുള്ള ജീവിതം, വള്ളിത്തല മുറിക്കുന്ന 8-ാം വർഷത്തിന്റെ ഫലം, എല്ലാം ഉറങ്ങിക്കിടന്ന് ശൈത്യമായി കിടന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന്റെ ഫലം. രക്ഷിക്കപ്പെട്ട ദൈവജനം ഒരു കാലത്ത് ആ മഞ്ഞും മഴയും വീണ് ഒരു ശൈത്യത്തിന്റെ അവസ്ഥയിൽ ഒന്നിനും പ്രവർത്തിക്കാതെ നിരതമായി കിടന്നു. ഇവരുടെ ജീവിതം അതുപോലെയായിരുന്നു, നമ്മുടെ ജീവിതം അതുപോലെയായിരുന്നു. ആ പ്രിയൻ അവളെ ഇത് പറഞ്ഞു ഉണർത്തുകയാണ്. നിന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. ഇന്ന് നിന്നിൽ ഫലങ്ങളുണ്ട്, നിന്നിൽ പഴങ്ങളുണ്ട്, പുഷ്പങ്ങളുണ്ട്, നിന്നിൽ കുറുപ്രാവിന്റെ ശബ്ദമുണ്ട്, ഇതൊക്കെ നിന്നിലുണ്ട്. എന്നാൽ നീ ഇങ്ങനെ ഇരിക്കേണ്ടവളല്ലേ. നീ ആ പുനരുത്ഥാന ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? ഇതാ എന്റെ പ്രിയൻ കലക്കുട്ടിക്ക് തുല്യനായി ചാടി വരുന്നു. കലക്കുട്ടിക്ക് തുല്യനായി വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കർത്താവിന് കലക്കുട്ടിക്ക് തുല്യനായി വരുന്നു. 22-ാം സങ്കീർത്തന തലക്കെട്ട് നോക്കിയാട്ടെ. സങ്കീർത്തനങ്ങൾ 22-ന്റെ തലക്കെട്ട്. ഉഷസ്സിൽ മാൻപേട എന്ന രാഗത്തിൽ. ഉഷസ്സിൽ മാൻപേട പുനരുത്ഥാനത്തെയാണ് കാണിക്കുന്നത്. ഉഷസ്, ആ പ്രഭാതത്തിലെ മാൻപേട. വേദപണ്ഡിതന്മാർ പറയുന്നു യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ അത് കാണിക്കും. ഉഷസ്, മോർണിംഗ്, റിസറക്ഷൻ ലൈഫ്. മാൻപേട, നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ആ മാൻപേടകളുടെ പ്രത്യേകത എന്താണ്? മലകളുണ്ട്, കല്ലുകളുണ്ട്, താഴ്വരയുണ്ട്. ഈ മാൻപേടകൾക്ക് അത് പ്രശ്നമല്ല. ബലമുള്ളതിന്റെ കാലുകൾ ഈ മലകളൊക്കെ ചാടി കയറും, താഴോട്ട് പോകും, അത് ചാടി വീണ്ടും കയറും. അത് പുനരുത്ഥാന ജീവിതമാണ്. നമുക്കതിനുള്ള കഴിവില്ല. എന്നാൽ യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ ഏകീഭവിച്ച് അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ നമ്മൾ ഏകീഭവിക്കുമ്പോൾ ഈ മലകളൊക്കെ മാൻപേട പോലെ ചാടിക്കയറുവാൻ കഴിയുന്നു. എന്റെ പ്രിയൻ എങ്ങനെയാണ് ഈ മലകളിൽ വരുന്നത്? കുതിച്ചുകൊണ്ട്, കലക്കുട്ടിക്ക് തുല്യനായി. അവനിലുള്ള അബണ്ടന്റ് ലൈഫ്, അവനിലുള്ള ജീവന്റെ സമൃദ്ധി നമ്മളെ കാണിക്കുന്നു. നമുക്ക് ആ ജീവൻ ലഭ്യമായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. കർത്താവ് സഭയോട് ഇത് പറയുമ്പോൾ അവനോടുള്ള സ്നേഹബന്ധത്തിൽ മാത്രം ഇരിക്കുവാനല്ല. നമുക്ക് നൽകപ്പെട്ട ദൗത്യം, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകുക. നിങ്ങൾ യെരൂശലേമിൽ മാത്രമല്ല, യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോകണം. 1-ാം നൂറ്റാണ്ടിലെ സഭ മതിലിന്റെ ഉള്ളിൽ ഇരിക്കുവാൻ കൊതിച്ചു. പത്രോസിന് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിനുള്ള കൂട്ടായ്മ കിട്ടിയപ്പോൾ നമുക്കിങ്ങനെ ഇരിക്കാം എന്ന് ചിന്തയുണ്ടായി. ദൈവസഭയിലുള്ള ഏറെ അംഗവിശ്വാസികളും കർത്താവിനുള്ള കൂട്ടായ്മ അപ്പം മുറിച്ച് അവരൊരു വിശുദ്ധ ജീവിതം നയിച്ച് ആ മതിലിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കാലം കഴിക്കുവാനുള്ള ഒരു ആഗ്രഹമാണ്. കർത്താവ് അവളെ അവിടെ നിന്ന് ഉണർത്തുകയാണ്. നിന്റെ ദൗത്യം അതല്ലേ. അവൻ നിൽക്കുകയാണ് മതിലിന്റെ പുറത്ത്.
അവളെ ഉണർത്തിക്കൊണ്ട് അവളെയും കൊണ്ട് താഴ്വരയിലേക്ക് കൊണ്ടുപോകാൻ കൊതിക്കുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തല്ലോ, കർത്താവ് സഭയോട് എന്താ ചെയ്യുന്നത്? കർത്താവ് സഭയെ ചെയ്യുന്നത് വാസ്തവത്തിൽ ശിക്ഷിച്ചുകൊണ്ട് അവളെ ക്രമീകരിക്കുകയല്ല എന്ന് പറഞ്ഞാൽ, ശിക്ഷ വരുന്നുണ്ട് ബാലശിക്ഷയായിട്ട്, പക്ഷെങ്കിൽ അവൻ ചെയ്യുന്നത് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്യുന്ന പോലെ ചെയ്യുന്ന എഫേസ്യ ലേഖനം 5 വായിക്കുന്നത്. ഭർത്താക്കന്മാരോട് പറയുന്ന എന്നാ? ക്രിസ്തു സഭയ്ക്ക് ചെയ്യുന്നത് പോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഭർത്താക്കന്മാരോട് ആവശ്യപ്പെടുന്നത് കർത്താവ് ചെയ്യുന്ന പോലെ ചെയ്യണം. കർത്താവ് എന്താ ചെയ്യുന്നത്? സഭയെ പോറ്റിപ്പുലർത്തുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു, നറിഷസ് ആൻഡ് ചെറിഷസ്. പോറ്റിപ്പുലർത്തുന്നു, പോഷണം കൊടുക്കുന്നു, അവളെ ഉത്സാഹിപ്പിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവ് നമുക്ക് ആത്മീയ ഭോജനം തരിക മാത്രമല്ല, ഹി ചെറിഷസ് അസ്. നമ്മളെ ഉണർത്തുന്നു, നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മളെ ആ വിധത്തിൽ കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. ഇനിയത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 14 വാക്യത്തിൽ വരുമ്പോൾ, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ. അവന് മാത്രം അവകാശപ്പെട്ടവളായതുകൊണ്ടാണ് അവളെ അവൻ വിളിച്ചത് എന്റെ പ്രാവേ. സഭയെ നോക്കിക്കൊണ്ട് കർത്താവ് വിളിച്ചു എന്റെ സഭ. ഈ ഭാഗത്ത് വായിക്കുന്നു, എന്റെ പ്രിയ, എന്റെ കാന്ത, എന്റെ ആടുകൾ, എന്റെ സഹോദരന്മാർ. അവന് മാത്രം അവകാശപ്പെട്ടതാണ് അവന്റെ സഭ. അതുകൊണ്ട് അവളെ വിളിക്കുകയാണ് എന്റെ പ്രാവേ. സഭ അവന്റേതാണ്, അവൻ വില കൊടുത്ത് മേടിച്ചതാണ്, അവന്റെ മാത്രം അവകാശമാണ്. തീത്തോസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമാക്കുവാൻ, that we should be a people of his own. അവന്റെ മാത്രം ജനം. നമ്മളാരാണ്? അവന് മാത്രമുള്ളവരാണ്. നമ്മെ അവൻ വിളിക്കുന്ന പേര് എന്റെ പ്രാവേ. ആ സ്നേഹത്തിന്റെ വിളിയാണ്. നമ്മൾ ഓർത്തതുപോലെ നമ്മെ അവൻ ഉത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിച്ചു, എന്റെ പ്രിയ, നീ സുന്ദരി സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. വാസ്തവത്തിൽ ഈ പ്രാവ് കർത്താവിനെയാണ് കാണിക്കുന്നത്. നമ്മൾ അന്ന് പഠിച്ചു, യാഗങ്ങളിലാകെ അനുവദിക്കപ്പെട്ട പക്ഷി പ്രാവാണ്. ആ പ്രാവിന്റെ സ്വഭാവം വാസ്തവത്തിൽ കർത്താവിനെ വരച്ചു കാണിക്കുന്നു. നിഷ്കളങ്കമായ പക്ഷി, കൂട്ടത്തോടെ വസിക്കുന്ന പക്ഷി, കൂടുവിട്ടു പോകാതെ അതിന്റെ ഇണയോട് ചേർന്നിരിക്കുന്ന പക്ഷി. ഞാൻ ബീഹാറിൽ ചെന്നപ്പോൾ, അവിടെ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ, ഞാൻ വെളിയിലിരുന്നപ്പോൾ അവിടെ പ്രാവിനെ കണ്ടു. ആ സഹോദരനോട് വളർത്തുന്നു, വെളുത്ത പ്രാക്കള. അദ്ദേഹം എന്നോട് പറഞ്ഞു, രാജു, ഇതിന് പ്രത്യേകത അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എപ്പോഴും ഈ പ്രാക്കള് പേറായിട്ടേ ഇരിക്കത്തുള്ളൂ, ആണും പെണ്ണും കൂടെ ഒന്നിച്ചിരിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ഒരു പേരും ചത്തുപോയാൽ മറ്റേ പക്ഷി അതിന്റെ ജീവിതം മുഴുവൻ ഏകാന്തതയിൽ വസിക്കും. അത് വേറെ ഒരു പക്ഷിയോടുകൂടെ ഇണയേറാൻ പോയില്ല. പ്രാവിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, അതിന്റെ ഇണ ചത്തുപോയാൽ അത് ജീവിതം, ശിഷ്ടജീവിതം മുഴുവൻ അത് ഏകാന്തമായിട്ടിരിക്കും. അപ്പോൾ അതിന്റെ ഇണയോടുള്ള അതിന്റെ സ്നേഹം ഒന്ന് ഓർത്തു നോക്കി. നമ്മുടെ കർത്താവിനെ യാഗത്തിൽ ആകെ വരച്ചു കാണിക്കുവാൻ അനുവദിക്കപ്പെട്ട പക്ഷി പ്രാവായിരുന്നു. അതിന്റെ നിഷ്കളങ്കത്വം, അതിന്റെ ആ സ്നേഹം, അത് ആ ഇണയോട് ചേരുമ്പോൾ അത് കുറുകുറുക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. നോക്കുക, കർത്താവിന് നമ്മോടുള്ള സ്നേഹബന്ധം മാത്രമല്ല, അവന്റെ ദിവ്യ സ്വഭാവമാണ് ആ പ്രാക്കൾ കാണിക്കുന്നത്. ഇവിടെ അവളെക്കുറിച്ച് 1:15 പറഞ്ഞു, നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെയാണ്. അവന്റെ കാഴ്ചപ്പാട് പോലെയുള്ള കാഴ്ചപ്പാട് അവൾക്കുണ്ടായി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവളെ വിളിക്കുന്നു എന്റെ പ്രാവേന്നാ വിളിച്ചത്. നമ്മൾ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, അവൻ പറഞ്ഞു, ഞാനാണ് താഴ്വരയിലെ ലില്ലി പുഷ്പം. ആ പ്രിയ നോക്കി പറഞ്ഞു, നീ ലില്ലി പുഷ്പം പോലെ ഇരിക്കുന്നു, ഐ ആം ദ ലില്ലി. എന്നാൽ പ്രിയയെക്കുറിച്ച് പറഞ്ഞു, മുള്ളുകളുടെ ഇടയിലെ ലില്ലി പുഷ്പം പോലെ നീ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ ആ വിശുദ്ധിയുടെ സൗന്ദര്യം നിന്നിൽ ഞാൻ ഇന്ന് ദർശിക്കുന്നു. ഞാൻ പ്രാവാണ്, ആ യാഗത്തിന്റെ പ്രാവാണ്, നീ ഇന്ന് പ്രാവ് പോലെയാണ്, എന്റെ പ്രാവ് എന്ന് അവളെ വിളിച്ചു. അതല്ലേ കർത്താവ് ചെയ്യുന്നത്? നമ്മെ അവനെ പോലെ ആക്കി തീർക്കുകയല്ലേ? അവന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മളെ കൂട്ടാളിയാക്കിയെന്ന് മാത്രമല്ല, അവന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കുകയാണ്. ഇന്ന് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ അതാണ്. അവൻ ജീവിച്ച പോലെ നാം ജീവിക്കുക, അവന്റെ സ്വരൂപം നമ്മൾ കാക്കി തീർക്കുക, നമുക്ക് രൂപാന്തരം സംഭവിപ്പിക്കുക. നോക്കുക, അവൻ ലില്ലി പുഷ്പമായിരുന്നു താഴ്വരയിലെ, നാം മുള്ളുകളുടെ ഇടയിലെ ലില്ലി പുഷ്പമായി. അവനാണ് യാഗത്തിലെ ആ പ്രാവ്, വരച്ചു കാണിക്കപ്പെട്ട പ്രാവ്. നമുക്ക് പ്രാവിന്റെ കണ്ണ് ഇപ്പോൾ നമ്മളെ വിളിക്കുന്നു എന്റെ പ്രാവേ. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല, അടുത്തായിട്ട് നമ്മൾ പ്രാപിക്കുന്നു. ആ പ്രാവ് എവിടെയാണ്? പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ. ഓ, എന്തൊരു ചിന്തയാണ്! ദൈവസഭയെക്കുറിച്ചുള്ള എന്തൊരു ചിന്തയാണ്! പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന പ്രാവ്. ബൈബിളിൽ അനേക ഭാഗങ്ങളിൽ ദൈവത്തെ പാറയായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ചില വാക്യങ്ങൾ ഞാൻ പറയട്ടെ. സങ്കീർത്തനം 18:2, യഹോവ എന്റെ ശൈലം എന്നുള്ളത് ഇംഗ്ലീഷിൽ ദ ലോർഡ് ഈസ് മൈ റോക്ക്. ദ ലോർഡ് ഈസ് മൈ റോക്ക്. ആവർത്തനം 32:3-4, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ, അവൻ പാറ. വീണ്ടും 32:13, സങ്കീർത്തനം 81:16. ആവർത്തനം 32:13, സങ്കീർത്തനം 81:16, ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. കനാനിന്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. നോക്കുക, പുറപ്പാട് 17:6 വരുമ്പോൾ അടിക്കപ്പെട്ട പാറ ആരായിരുന്നു? യേശുക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 10:4, ആ പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് വെള്ളം ഒഴുകി. 1 കൊരിന്ത്യർ 10:4 പൗലോസ് പറയുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ ആ പാറ, ആ ശൈലം, ദ ലോർഡ് ഈസ് മൈ റോക്ക്, നമ്മളെ ആ കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ ഉയർത്തി ആ ഉറപ്പുള്ള പാറമേൽ നിർത്തി. ആ പാറയിൽ നിർത്തിയെന്ന് മാത്രമല്ലേ, നമുക്ക് വേണ്ടി ആ പാറ പിളർക്കപ്പെട്ടു. നമ്മൾ പാടുന്നുണ്ടല്ലോ, എത്ര മനോഹരമായ പാട്ടാണ്, റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് ഫോർ മീ, ലെറ്റ് മീ ഹൈഡ് മൈസെൽഫ് ഇൻ ദീ. ഓ പിളർക്കപ്പെട്ട പാറയെ, നിന്നിൽ ഞാൻ മറയട്ടെ. നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറ. പലസ്തീന്റെ മണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ മലയുടെ ഉയരത്തിലുള്ള പിളർക്കപ്പെട്ട പാറയുടെ വിള്ളലുകളിൽ ഈ പ്രാക്കൽ കൂടുവെക്കും. സുരക്ഷിതമായൊരിടം, ശത്രുക്കൾ അവരെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവർ അവരെ ഉപദ്രവിക്കാതെ ആ പാറയുടെ വിള്ളലിൽ അവ കൂടുവെച്ച് ആ മലയുടെ ഉന്നതമായ മേടുകളിൽ ആ പ്രാക്കൾ വസിച്ചിരുന്നു. കർത്താവ് ഇപ്പോൾ സഭയെ ഉപമിക്കുന്ന അങ്ങനെയാണ്. എങ്ങനെയാണ്? നീ എവിടെയാണ്? നീ പിളർക്കപ്പെട്ട പാറയ്ക്കുള്ളിലാണ് അല്ലേ? നമ്മുടെ സ്ഥാനം അതല്ലേ? നമ്മളെ വാസ്തവത്തിൽ ക്രിസ്തുവിലാക്കി തീർത്തു. വി ആർ ഇൻ ക്രൈസ്റ്റ്. കർത്താവിന് സ്തോത്രം. നമ്മളിത് ചിന്തിച്ചു നോക്കിയേ, ഏറ്റവും സുരക്ഷിതമായ ഇടം ആ പിളർക്കപ്പെട്ട പാറയ്ക്കുള്ളിൽ ആത്മസ്ഥാനത്താൽ നമ്മളെ ക്രിസ്തുവിന്റെ ശരീരമാക്കി തീർത്തു. ഐ ഇൻ യു ആൻഡ് യു ഇൻ മീ. അന്ന് ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്ന് നിങ്ങൾ അന്നറിയും. നമ്മളിന്ന് എവിടെയാണ്? കർത്താവിലായി മാറി. കർത്താവ് നമ്മളിലായി മാറി. ആ പിളർക്കപ്പെട്ട പാറയ്ക്കുള്ളിൽ ഏറ്റവും സുരക്ഷിതമായ ഇടം. കൊടുങ്കാറ്റ് പേടിക്കേണ്ട, പേമാരി പേടിക്കേണ്ട, ഇതൊന്നും പേടിക്കാതെ ആ പക്ഷിക്ക് സുരക്ഷിതമായിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം. എന്നാൽ അവിടെ എന്നെ ചിന്തിപ്പിച്ച വിഷയം അതിലുപരിയായിട്ട് എന്താണെന്നറിയാമോ? ഈ പിളർക്കപ്പെട്ട പാറയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മറ്റൊരു പദം പറഞ്ഞു. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ. കടുംതൂക്കിന്റെ മറവെന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ആൻഡ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ സ്റ്റേഴ്സ്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. പിളർക്കപ്പെട്ട പാറയ്ക്കുള്ളിൽ മാത്രമല്ല, ഒരു രഹസ്യ ഗോവേണിയുടെ ഇടത്തിൽ ഇരിക്കുന്ന എന്റെ പ്രാവേ, നീ സുരക്ഷിതമായ ഒരു ഇടത്തിൽ ഇരിക്കുന്നത് മാത്രമല്ല, ആൻഡ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ സ്റ്റേഴ്സ്, നിനക്കൊരു രഹസ്യ ഗോവേണിയുണ്ട്. ഞാൻ അതിങ്ങനെ എന്താണെന്ന് ശ്രദ്ധിക്കാൻ മനസ്സിലാക്കിയപ്പോൾ, ആ വിദേശ രാജ്യങ്ങളില്, ഈ പലസ്തീന്റെ ആ പ്രദേശങ്ങളിലൊക്കെ ചില വിദേശ രാജ്യങ്ങളിൽ ധനികരായ മനുഷ്യര് കള്ളന്മാരെ പേടിച്ചിട്ട് അവര് സാധാരണ കിടന്നുറങ്ങുന്നത് താഴത്തെ നിലയിലായിരിക്കത്തില്ല. താഴത്തെ നിലയിലെ വീടുകളെല്ലാം അടച്ചിരിക്കും. എന്നാൽ ഈ താഴത്തെ നിലയിൽ നിന്ന് മുകളിൽ കയറിപ്പോകാൻ ആർക്കും അറിയാത്തൊരു രഹസ്യ ഗോവണിയുണ്ട്. ഈ രഹസ്യ ഗോവണിയിൽ കൂടെ അവർ അകത്ത് കയറി, മുകളിൽ കയറി, മുകളിലത്തെ നിലയിൽ അവർ സുരക്ഷിതമായി ഉറങ്ങുകയാണ്. കള്ളന്മാരിനി അകത്ത് കയറിയാൽ തന്നെ അവർക്ക് മുകളിൽ കയറുവാൻ ഏതാണ് വഴിയെന്ന് മനസ്സിലാക്കാനൊക്കില്ല. ഒരു രഹസ്യ ഗോവണിയുണ്ട്. ഇവിടെ സഭയുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്, നിനക്കൊരു രഹസ്യ ഗോവേണിയുണ്ട്. നമ്മൾ ബഥേലിൽ കണ്ട സ്വപ്നം എന്ന് ഓർത്ത യാക്കോബ്. ഉൽപ്പത്തി 28:12, യാക്കോബ് ഓടിപ്പോയി ബഥേലിൽ കല്ല് തലവണയാക്കി കിടന്നുറങ്ങുമ്പോൾ യാക്കോബ് കണ്ട സ്വപ്നമാണ്. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിച്ച ഗോവേണി. അതിന്റെ തലയ്ക്കൽ ദൈവം നിൽക്കുകയാണ്, ദൂതന്മാർ കയറിയിറങ്ങുകയാണ്. ഒരു ഗോവേണി, സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിച്ചൊരു ഗോവേണി. നമ്മളിവിടെ വായിക്കുന്ന എന്താണ്? നിനക്കൊരു രഹസ്യ ഗോവേണിയുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച്, എന്തിനാണ് ഈ ഗോവേണി? ഉയരത്തിലേക്ക് കയറി ചെല്ലുവാനാണ്. ലോകത്തിന് അറിയാൻ വയ്യാത്തൊരു ഗോവേണി നമുക്കുണ്ട്. ആ പ്രിയന്റെ സന്നിലേക്ക് കയറി ചെല്ലുവാൻ നമുക്കൊരു ഗോവേണിയുണ്ട്. നമ്മോട് ആഹ്വാനം ചെയ്തു, തത്സമയത്ത് കൃപ പ്രാപിപ്പാൻ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ പറഞ്ഞു. അവന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ നമുക്ക് കയറി ചെല്ലാം. നമുക്ക് അവിടെ കയറി ചെല്ലാം. ലോകത്തിന് മനുഷ്യൻ അറിഞ്ഞുകൂടാ. സഹായത്തിന് വേണ്ടി ആവശ്യമുള്ള മുഖത്തിൽ നമുക്ക് അവിടെ കയറി ചെല്ലുവാൻ കഴിയുന്ന ഒരിടം, ആ തിരുസന്നിലേക്ക് നമുക്ക് കയറി ചെല്ലാം. അതൊരു രഹസ്യ ഗോവേണിയിൽ കൂടെയാണ് നമ്മുടെ രഹസ്യ പ്രാർത്ഥന. ലോകത്തിന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥാനം, ആ സ്വർഗത്തിലേക്ക് നമുക്ക് കയറി ചെല്ലുവാൻ കഴിയുന്നു. ആ സഭയെ നോക്കിക്കൊണ്ട് പറയുകയാണ്,
നീ പാറയ്ക്കുള്ളിൽ നിന്ന് മാത്രമല്ല, എന്റെ സന്നിൽ കയറി വരുവാൻ നിനക്കൊരു രഹസ്യ കോവേണിയുള്ള ഇടത്തിലാണ് നീ ഇരിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള ആ സത്യം വളരെ സത്യമാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അവള് നേരത്തെ പറഞ്ഞു, ഞാൻ കറുത്തവളാണ്, കേദാര്യ കൂടാരങ്ങളെ പോലെയാണ്. ഇപ്പോൾ അവൾ പറയുന്നത് ശ്രദ്ധിക്കുക. പ്രിയൻ പറയുകയാണ്, നിന്റെ മുഖം സൗന്ദര്യമുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വരത്തിന് ഇമ്പമുണ്ടെന്ന് പ്രിയൻ പറയുന്നു. എന്നാൽ ഈ സ്വരത്തിന് ഇമ്പമുണ്ടെന്ന് പറഞ്ഞ സന്ദർഭം എപ്പോഴാണെന്ന് അറിയാമോ? നമ്മളിത് മറക്കരുത്. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ടീച്ചിങ് ആണ്. നമ്മുടെ സ്വരത്തിന് ഇമ്പമുണ്ടെന്നും നമ്മളുടെ മുഖത്തിന് സൗന്ദര്യമുണ്ടെന്നും പ്രിയൻ പറഞ്ഞ എപ്പോഴാണെന്നറിയാമോ? ആ പാറയ്ക്കുള്ളിൽ ഇരുന്നപ്പോഴാണ്. ആ പിളർക്കപ്പെട്ട പാറയ്ക്കുള്ളിലാണ് ആ സൗന്ദര്യം കണ്ടത്. ആ പിളർക്കപ്പെട്ട പാറ ക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവന്റെ മരണത്തോടും അവന്റെ പുനരുദ്ധാനത്തോടും നമ്മൾ ഏകീഭവിക്കുമ്പോഴാണ് നമ്മളുടെ മുഖത്തിന് സൗന്ദര്യവും നമ്മുടെ സ്വരത്തിന് ഇമ്പവും വരുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആ സ്വരത്തിന് ഇമ്പം ഉണ്ടായിരുന്നോ? ഇല്ല. റോമലേഖനത്തിൽ എന്താ വായിക്കുന്നത്? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തൊണ്ട തുറന്നല്ല, എങ്ങനെയാ? ശവക്കുഴി തുറന്നുകൊണ്ടിരിക്കും, ദുർഗന്ധം വമിക്കും. എന്നാൽ ഇപ്പോൾ ആ കർത്താവിനോട് ഏകീഭവിച്ചു, ആ പാറയ്ക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ, അവന്റെ മരണത്തോട് ഏകീഭവിച്ച് അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചപ്പോൾ, ഫിലിപ്പിയർ 3:10 പൗലോസ് പറയുന്നു, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. റോമലേഖനം 6:5 അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും. നോക്കുക, നമ്മുടെ സൗന്ദര്യം എവിടെയാണ് വരുന്നത്? നമ്മളുടെ പഴയ മനുഷ്യൻ മരിക്കണം, നാം പാപത്തിന് മരിക്കണം. അതെങ്ങനെ സംഭവിക്കുന്നു? കർത്താവിനോടുള്ള ബന്ധത്തിൽ. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ ക്രൂശിക്കപ്പെട്ട് നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കുന്ന ആരാണ്? കർത്താവാണ്. ആ കർത്താവ് ജീവിക്കുമ്പോൾ നമ്മുടെ സ്വരം എങ്ങനെ ഇരിക്കും? യെസ്, അത് സൗന്ദര്യമുള്ളതായിരിക്കും. നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം എങ്ങനെ ഇരിക്കും? അതും സൗന്ദര്യമുള്ളതായിരിക്കും. എന്നാ ഒന്ന് ചിന്തിച്ച തിരിച്ചോ? കർത്താവിലല്ലാതെ നമ്മുടെ സ്വരം എങ്ങനെ ഇരിക്കും? ജഡം ചിലപ്പോൾ ഉയരുമ്പോഴേ ആ സ്വരം എങ്ങനെ ഇരിക്കും? ദൈവസന്നിധിയിൽ അതിന് സൗന്ദര്യമുണ്ടോ? നമ്മൾ അവന്റെ മുന്നിൽ സൗന്ദര്യമുള്ളവരായി, നമ്മുടെ സ്വരം ഇമ്പമുള്ളതായി കർത്താവിന് അനുഭവപ്പെടുന്നത് നമ്മൾ അവന്റെ മരണത്തോടെ ഏകീഭവിക്കുമ്പോഴാണ്. നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടെന്ന് നമ്മൾ എത്രത്തോളം ഏകീഭവിച്ചോ അത്രത്തോളം പുനരുദ്ധാനത്തിന്റെ സാഹചര്യത്തോടെ ഏകീഭവിക്കുകയാണ്. എന്തൊരു ചിന്തയാണെന്ന് ഓർത്തേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ ഗീതത്തിൽ അതിന്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചാൽ കുറേശ്ശെ നമുക്കിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും. റോമലേഖനം 6 ടീച്ചിങ് ഒക്കെ ഇവിടെ വരാം. പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ദിനംതോറും ഇത് ചെയ്യണം. നമ്മൾ ഒരു വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4:10-11 വാക്യം ഒന്ന് വായിക്കാം. ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും യേശു നിമിത്തം മരണത്താൽ ഏൽപ്പിക്കപ്പെടും. കണ്ടോ, എന്തിനാ എപ്പോഴും മരണത്തിന് ഏൽപ്പിക്കുന്നത്? യേശുവിന്റെ ജീവൻ വെളിപ്പെടാൻ. ദൈവമക്കളെ, നമ്മളുടെ അവന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ പൗലോസ് പറഞ്ഞ പോലെ ദിനം പ്രതി മരിക്കുന്നു, എപ്പോഴും മരിക്കുന്നു. പലപ്പോഴും ദൈവജനത്തിന് എന്താ കുഴപ്പം? അവരിൽ പലപ്പോഴും സ്വയം ജീവിക്കുകയാണ്, അവരുടെ ജനം ജീവിക്കുകയാണ്. അത് ജീവിക്കുമ്പോൾ എന്താ? അവന്റെ ജീവൻ വെളിപ്പെടത്തില്ല. അവന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ദിനംതോറും മരിക്കണം. പൗലോസൊക്കെ പറഞ്ഞതാണ്. പൗലോസിന്റെ ജീവിതത്തെയൊക്കെ നമുക്ക് അനുകരിപ്പാൻ കൊതിയാണ്, പൗലോസിനെ പോലൊക്കെ ആയിത്തീരാൻ കൊതിയാണ്. പക്ഷെ പൗലോസിന്റെ ജീവിതം നോക്കിയേ, പ്രതികൂലങ്ങള്, പ്രയാസങ്ങള്, കള്ള സഹോദരന്മാരുള്ള ആപത്തുകള്, ഇതൊക്കെ വന്നപ്പോഴും പൗലോസ് എന്താ ചെയ്തത്? അവന്റെ ജഡമൊന്നും ഉയർന്നില്ല. ഞാൻ ക്രൂശിക്കപ്പെട്ടു, ജീവിക്കുന്ന ക്രിസ്തുവാണ്. ഈ അനുഭവം നമുക്കുണ്ടാകണം. അതുണ്ടാകുമ്പോൾ നിന്റെ സ്വരം ഇമ്പമുള്ളതും നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാണെന്ന് പറയും. നമ്മളെ ആ സൗന്ദര്യമുള്ള മുഖം എന്ന് പറയുമ്പോൾ ഒരിക്കല് നമ്മൾ അവന്റെ മുഖം കാണും. വെളിപാട് ദിവസം 22:4 നമ്മൾ വായിക്കുന്നു. അതെന്തൊരു വാക്യമാ! അവിടെ വായിക്കുന്നതാണ്, അവർ അവന്റെ മുഖം കാണും. അവർ അവന്റെ മുഖം കാണും. പിതാവായ ദൈവത്തിന്റെ മുഖം, an unclouded fellowship, യാതൊരു മറയുമില്ലാതെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്ന പോലെ, ബന്ധപ്പെടുന്ന പോലെ, ആ യാതൊരു മറയുമില്ലാത്ത അൺക്ലൗഡഡ് ഫെലോഷിപ്പ് സ്വർഗത്തിൽ പിതാവിന്റെ മുഖം നമ്മൾ കാണും. ഇന്ന് നമ്മുടെ മുഖം കാണുവാൻ അവൻ കൊതിക്കുകയാണ്. നിന്റെ മുഖം ഒന്ന് കാണട്ടെ. നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു കർത്താവ്. ഞാൻ ഒരു സംഭവം വായിച്ചത് ഞാൻ ഓർത്തു പോകുന്നു. ഒരു വിയോഗ ദുഃഖത്തിൽ കഴിയുന്ന ഒരു ഭർത്താവിന്റെ ഒരു ഇതാണ്. ഭാര്യ മരിച്ചുപോയി.
അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു മോളേ ഉള്ളൂ. ഭാര്യ മരിച്ചുപോയി. വളരെ സ്നേഹിച്ചൊരു ഭാര്യയാണ്, അവൾ മരിച്ചുപോയി. എന്നാൽ ഈ ഭാര്യയുടെ വിരഹ ദുഃഖം അദ്ദേഹം അതിന്റെ കാഠിന്യം കുറച്ചുകൊണ്ടിരുന്നത് ഈ മോടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ്. ഞാനിത് വായിച്ചതാണ്. ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നാൽ ഈ മോടെ കൂടെ ഒരുപാട് സമയം താൻ സ്പെൻഡ് ചെയ്യും. ഒന്നിച്ച് വർത്താനം പറയും, അവരൊന്നിച്ച് കുക്ക് ചെയ്യും, ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, ഒന്നിച്ച് പാത്രമൊക്കെ കഴിവെച്ച്, പിന്നെയും കുറച്ചുകൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവർ കിടക്കും. അങ്ങനെ ഈ മോടെ കൂടെ സമയം ചെലവഴിച്ച് ഈ അപ്പന് ഈ ഭാര്യ മരിച്ചുപോയി വിരഹ ദുഃഖം ഒരു അളവ് വരെ അദ്ദേഹത്തിന് കുറഞ്ഞു കിട്ടി. ഡിസംബർ മാസമായപ്പോൾ ഈ മോള് അങ്ങനെ ഡാഡി ഓഫീസിൽ നിന്ന് വരും, എന്തെങ്കിലും ചായയൊക്കെ കുടിച്ചേച്ച് അവൾ പെട്ടെന്ന് മോളിലത്തെ മുറിയിലേക്ക്, ഡാഡി എക്സ്ക്യൂസ് മീ, ഐ ഹാവ് സം വർക്ക് അപ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവൾ മുകളിലോട്ട് അങ്ങ് പോകും. ഈ അപ്പൻ തനിയെ ഇരിക്കും. 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇവളൊരു പ്രസന്റ് കൊണ്ടുവന്ന് അപ്പന് കൊടുക്കുകയാണ്. അവളുടെ കൈ കൊണ്ട് അവൾ 2 ചപ്പലുണ്ടാക്കി, ഷൂസോ ചപ്പലോ ഉണ്ടാക്കി, ഒരു ക്രിസ്മസ് പ്രസന്റ്, സർപ്രൈസ് ഡാഡി, ദിസ് ഈസ് മൈ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് കൊടുത്തു. ഉടനെ അപ്പൻ പറഞ്ഞ മറുപടി, ഓ ദിസ് ഈസ് വെരി ലവ്ലി, ബട്ട് നെക്സ്റ്റ് ടൈം ഐ വുഡ് റാദർ ഹാവ് യു ദൻ എനിത്തിങ് യു ക്യാൻ മേക്ക് ഫോർ മീ. നീ എനിക്ക് തരുന്ന ഏതിനെക്കാട്ടിലും നിന്നോടുള്ള ആ ബന്ധം ഞാൻ കൊതിക്കുന്നതായിട്ട് അപ്പൻ പറഞ്ഞു. നോക്ക്, അവള് 2 ആഴ്ചയായിട്ട് അപ്പന്റെ അടുക്കൽ നിന്ന് മാറിപ്പോയത് അപ്പനൊരു പ്രസന്റ് കൊടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയാ. പക്ഷെ അപ്പൻ ആ പ്രസന്റിനെക്കാട്ടിൽ വിലയുള്ളതായിരുന്നു ആ മോളോടുകൂടെ സമയം ചെലവഴിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കർത്താവ് ഇന്ന് വിലമതിക്കുന്ന ഒരു കാര്യം അവനോടുള്ള കൂട്ടായ്മ. മാർത്തയുടെയും മറിയുടെയും കാര്യം നമുക്ക്, ആ മറിയെക്കുറിച്ച് പറഞ്ഞു, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ശമര്യക്കാരത്തി സ്ത്രീ, അവളോടുള്ള സംഭാഷണം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വിശന്നിട്ട് അവൻ വഴിയരികെയുള്ള ഒരു കിണറ്റിന്റെ അരികിൽ ഇരിക്കുകയാണ്. വിശന്ന് കർത്താവൻ വളരെ നടന്ന് വിശന്ന് ആ വഴിയരികിരിക്കുകയാണ്. ശിഷ്യന്മാർ ഭക്ഷണം മേടിക്കാൻ പോയി, ഭക്ഷണം കൊണ്ടുവന്നു. കർത്താവിനെ ഭക്ഷിക്കാൻ വിളിക്കുമ്പോഴും കർത്താവ് പറയുന്നതന്നെ, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. അവൻ സകല ഉന്മേഷത്തോടും കൂടെ ആ ശമര്യക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുകയാണ്. ഇവർ വിചാരിച്ചു ഇവൻ വേറെ ഭക്ഷണമെല്ലാം കിട്ടിക്കാണും. പക്ഷെ അവന്റെ ഭക്ഷണം എന്തുമായിരുന്നു? ആ ആത്മാവിനോട് ഇടപെടുന്നതായിരുന്നു, അവളോടുള്ള കൂട്ടായ്മയായിരുന്നു. ഇവിടെ കർത്താവ് നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടായ്മ കൊതിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിന് സ്തോത്രം. നമുക്കതിന്റെ 15-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. നമ്മൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാൽ. ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. കാരണം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലെ എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലേ, എന്റെ മുന്തിരിത്തോട്ടം കാത്തിട്ടില്ല. 2:13 മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. ഇവിടെ വന്നപ്പോൾ 15-ാം വാക്യത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ മുന്തിരിത്തോട്ടം, അവളുടെയും പ്രിയന്റെയും മുന്തിരിത്തോട്ടം. നമ്മള് ആ ദിവസം അത് പഠിച്ചതാണ്. ആ മുന്തിരിത്തോട്ടം കർത്താവിന്റെ സഭയാണ്, ദൈവസഭ കർത്താവിന്റെ മുന്തിരിത്തോട്ടാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം എടുത്താട്ടെ. മത്തായി 21 അതിന്റെ 33 തൊട്ടുള്ള വാക്യം. ഒരു ഉപമ കേൾപ്പീൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ടു, ഗോപുരം പണിതു, പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചു, പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ചു, ഒരുത്തനെ തല്ലി, ഒരുത്തനെ കൊന്നു, മറ്റവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോട് അവർ അങ്ങനെ തന്നെ ചെയ്യും. ഒടുവിൽ അവൻ എന്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവീൻ, നാം അവനെ കൊന്നവന്റെ അവകാശി കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ചു തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? അവന് വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞു. 43-ാം വാക്യം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ശ്രദ്ധിച്ചേ, എത്ര പ്രധാനപ്പെട്ട ഒരു ഉപമയാണ്. മുന്തിരിത്തോട്ടം ഉപമ പറഞ്ഞിട്ട് 43-ാം വാക്യത്തിൽ അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുക്കും. അപ്പോൾ കർത്താവിന്റെ മുന്തിരിത്തോട്ടം അവന്റെ രാജ്യമാണ്. പഴയ നിയമ യഹൂദനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ പഴയ നിയമ യഹൂദൻ ഫലം കൊടുത്തില്ലേ, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു, ആ ദാസന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു. അവസാനം എന്ത് ചെയ്തു? അവന്റെ സ്വന്തം മകനെ അയക്കുന്നു. ആ മകനെയും അവർ പിടിച്ച് തോട്ടത്തിന് പുറത്താക്കി കൊന്നുകളഞ്ഞു. പിന്നെ വായിക്കുന്ന എന്താ? ആ ഉടമസ്ഥൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ചിട്ട് 41-ാം വാക്യം, വളരെ ശ്രദ്ധേയമായ വാക്യം, തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം കൊടുക്കും. ആരാണത്? 43-ാം വാക്യം വായിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത്
അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ഇന്ന് ദൈവത്തിന്റെ രാജ്യം പഴയ നിയമത്തിൽ യഹൂദന്റെ കയ്യിലായിരുന്നെങ്കിൽ അത് അവന്റെ കയ്യിൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുമെന്ന് പറഞ്ഞ ജാതികളുടെ കരത്തിലോട്ട് ഏൽപ്പിച്ചു. നമ്മൾ ഇന്ന് എന്ത് കൊടുക്കുകയാണ്? അവന് ഫലം കൊടുക്കുകയാണ്. ഇന്ന് ആ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ കരത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, മുന്തിരിത്തോട്ടം അവന്റെ രാജ്യമാണ്, അവന്റെ സഭയാണ്. ഇവിടെ ഈ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു. എന്നാൽ ആ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പറഞ്ഞു, ഞങ്ങളുടെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു. കർത്താവും അവളും അതിന്റെ പങ്കാളികളാണ്, അല്ലേ? അതെ, കൂട്ടുവേലക്കാരാണ്. വാസ്തവത്തിൽ എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട പദമാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടം, അതിൽ വേല ചെയ്യുവാനാണ് അവളെ വിളിച്ചിരുന്നത്. എന്നാൽ അവള് മുമ്പ് ചെയ്തിരുന്നത് എന്താ? ഒന്നാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. ബഹുവചനമാണ്. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തില്ലേ. ആ മുന്തിരിത്തോട്ടം ദൈവരാജ്യമാണെന്ന് നമ്മൾ കണ്ടു. ദൈവരാജ്യം കാൽക്കുവാൻ, അതിൽ വേല ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. എന്നാൽ അമ്മയുടെ പുത്രന്മാർക്ക് പല മുന്തിരിത്തോട്ടങ്ങളുണ്ട്. ഈ ലോകത്തിൽ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ അങ്ങനെയുണ്ട്. അമ്മയുടെ പുത്രന്മാർ തന്നെയാണ്, പക്ഷേ അവരുടെ തോട്ടങ്ങൾ പലതുണ്ട്. ഓരോരുത്തരുടെ തോട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്, അല്ലേ? ഓരോരുത്തരുടെ പേരില് അവരുടെ സംഘടനകളും അവരുടെ സംഘങ്ങളും ഇതുപോലുള്ള തോട്ടങ്ങളുണ്ട്. ഭൂമിയിൽ ദൈവത്തിന്റെ വേല ഒരു സംഘടനയിലും ഒന്നുമല്ല നടക്കുന്നത്. എവിടെ നടക്കുന്നത്? ദൈവസഭയിലാണ്. ദൈവം വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത് അവന്റെ സഭയിലാണ്. ആ വെളിച്ചം പകരുന്നവന്റെ സഭയിലൂടെയാണ്. അവൻ പ്രവർത്തിക്കുന്നവന്റെ സഭയിലാണ്. അവൻ പരിശുദ്ധാത്മാവിനെ നൽകിയ സഭയ്ക്കാണ്. അവൻ പണിയുന്ന സഭയ്ക്കാണ്. അവൻ മധ്യസ്ഥ ചെയ്യുന്ന സഭയ്ക്ക് വേണ്ടിയാണ്. അവൻ ലോകത്തിൽ വെളിച്ചമാക്കിയത് അവന്റെ സഭയാണ്. അവന്റെ മുന്തിരിത്തോട്ടം അവന്റെ സഭയാണ്. സംഘടനകളും അതുപോലുള്ള കാര്യങ്ങളല്ല. അമ്മയുടെ പുത്രന്മാർക്ക് അനേകം മുന്തിരിത്തോട്ടമുണ്ട്. അതിന്റെ പേര് വലുതാക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുകയാണ്. അതല്ല, അവളുടെ ജീവിതം അങ്ങനെ അതിനുവേണ്ടി അധ്വാനിച്ച് ചെലവഴിച്ച് നഷ്ടമാക്കി അവൾക്ക് ആ റിയലൈസേഷൻ ഉണ്ടാക്കി. ഇന്ന് പ്രിയനോടുകൂടെ ഞങ്ങളുടെ മുന്തിരിത്തോട്ടം. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്. എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിൽ അവരുടെ ജീവിതം നഷ്ടമാക്കി കളയുന്നത്. ദൈവത്തിന് ഒരു തോട്ടമേ ഉള്ളൂ, അതവന്റെ സഭയാണ്. നമ്മളെ വിളിച്ച് വേല ചെയ്യുവാൻ വിളിച്ചാക്കിയത് ആ തോട്ടത്തിലാണ്. ദൈവസഭയുള്ള ബന്ധത്തിൽ നമ്മുടെ തോട്ടം, നമ്മുടെ ജോലി ചെയ്യുവാനായിട്ട് നാം ആവശ്യപ്പെട്ടവരാണ്. ഈ തോട്ടത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ ഉത്തമഗീതത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. നോക്കേ, 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നോക്കിയാട്ടെ. ഉത്തമഗീതം തന്നെ 4:12. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നിറുവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. സഭയെക്കുറിച്ച് പറയുന്ന വാക്ക് നോക്കിയാട്ടെ. എന്റെ സഹോദരി, എന്റെ കാന്ത. സഭയെ വിളിച്ചിരിക്കുന്ന എന്താണ്? മൈ സിസ്റ്റർ, മൈ സ്പൗസ്. മൈ സിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പ്യൂരിറ്റി. മൈ സ്പൗസ് എന്ന് വിളിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ഇന്റിമസി. നോക്കിയേ, മൈ സിസ്റ്റർ, മൈ സ്പൗസ്. സിസ്റ്റർ എന്നുള്ളതിൽ ആ സ്നേഹത്തിന്റെ പ്യൂരിറ്റിയും, സ്പൗസ് എന്നുള്ളതിൽ ആ സ്നേഹത്തിന്റെ ഇന്റിമസിയും കാണിക്കുന്നു. അപ്പൊ സഭയോടുള്ള ബന്ധത്തിൽ ഹി ഹാസ് എ പ്യുവർ ഇന്റിമേറ്റ് ലവ്. ആ നിർമ്മലമായ അഗാധമായ സ്നേഹത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അവൾ എന്താണ്? കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടമാണ് എന്ന് പറഞ്ഞാൽ എന്താ? വേലി കെട്ടി വേർതിരിച്ചൊരു തോട്ടമാണ്. സഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? സഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടം. നോക്കിയേ, വേർതിരിച്ചു. അപ്പൊ വേലി കെട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? വേർതിരിച്ചു. ലോകത്തിൽ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ എന്റെ സ്ഥലം ഞാൻ എന്നോ ചെയ്യും? അത് വേലി കെട്ടി ഞാൻ വേർതിരിക്കും. എനിക്ക് എന്റെ അധ്വാനം മുഴുവൻ ഇവിടെ ഞാൻ നടത്തുന്നേ. ഞാൻ വില കൊടുത്ത് മേടിച്ച് എന്റെ തോട്ടത്തില, എന്റെ സ്ഥലത്തില. ഞാൻ വേറെ വല്ലവരുടെയും പറമ്പ് കളയ്ക്കാൻ പോകുമോ? അവിടെ കൃഷി ചെയ്യാൻ പോകുമോ? ഇല്ല, എന്റെ തോട്ടത്തിലാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ? ഇന്ന് ദൈവം പ്രവർത്തിക്കുന്ന എവിടെയാ? വാസ്തവത്തിൽ അവന്റെ സഭയില്. അവൻ മധ്യസ്ഥ ചെയ്യുന്ന എവിടെയാണ്? ആർക്ക് വേണ്ടിയാണ്? അവന്റെ സഭയ്ക്ക് വേണ്ടിയാ. കർത്താവ് സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? സഭയ്ക്ക് വേണ്ടി. ലോകത്തിൽ പാപികളെ രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നില്ലേ? അവൻ നമുക്ക് വേണ്ടി ദൈവസനിൽ പ്രത്യക്ഷമാവാൻ കയറി. നമുക്ക് വേണ്ടി. യോഹന്നാൻ 11 വായിക്കും, പിതാവേ, ലോകത്തിന് വേണ്ടിയല്ല, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് നിന്നോട് അപേക്ഷിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. പാപി രക്ഷിക്കപ്പെടാനല്ല, തന്റെ സഭ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ സഭ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്, വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമാണ്. സഭ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് എന്റെ കാന്ത, കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം. ആ മുന്തിരിത്തോട്ടം കെട്ടിയടയ്ക്കപ്പെട്ടതാണ്. ഈ മുന്തിരിത്തോട്ടത്തില് പൂത്തിരിക്കുകയാണ്. നമ്മൾ ഓർത്തു, ആ പൂ അങ്ങോട്ട് വരുമ്പോൾ അതിന്റെ കൂടെ കായ്കളുണ്ട്. എന്നാൽ ഇവിടെ നോക്കിയേ, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവേൻ. ഈ എന്ത് വാക്കാന്ന് ശ്രദ്ധിച്ചാട്ടെ. Catch the foxes, the little ones that spoil the wine. മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്നത് വാസ്തവത്തിൽ ആരാന്നറിയാമോ? ഈ വലിയ കുറുക്കന്മാരല്ല, ചെറിയ കുറുക്കന്മാരാ. നമ്മൾ സാധാരണ പിടിക്കുകയാണെങ്കിൽ ആരാ പിടിക്കാൻ പോകുന്നത്?
ഈ വലിയ കുറുക്കനെ പിടിക്കും. പട്ടികയിലെ പാവമൊക്കെ ഉണ്ടെങ്കിൽ അവനെ ഇനി പിടിക്കും, അല്ലേ? ആ പട്ടികയിലെ പാവം ചെയ്തവൻ സഭയ്ക്കകത്ത് കയറിയാൽ നമ്മൾ അപ്പം അവനെ പുറത്താക്കും. അവനെ പുറത്താക്കിയത് തന്നെ. എന്നാൽ ഞാൻ പറയട്ടെ, ഈ പട്ടികയെ ഈ വലിയ കുറുക്കൻ വന്നാൽ അവൻ ചാടി 2-3 മുന്തിരിക്കൊല്ലം കൊണ്ടേ പോവുള്ളൂ, അവനങ്ങ് പൊയ്ക്കോളൂ. എന്നാൽ ചെറിയ കുറുക്കനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, വേലിക്കടയിലൂടെ ഇത് അകത്ത് കയറും. ഗൾഫിൽ ജോലി ചെയ്തവർക്കറിയാം, അല്ലേ? മസ്കറ്റിലൊക്കെ ഇങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോൾ രാത്രി കാണാം ഈ പൂച്ചയുടെ കൂട്ടിരിക്കുന്ന ഈ കുറുക്കന്മാർ ഓടി പോകുന്ന കാണാം റോഡെ. കൊച്ചു കുറുക്കന്മാർ, അതാ ചെറിയ കുറുക്കന്മാർ. ഇവരെ മുന്തിരിത്തോട്ടത്തിനകത്ത് വേലിക്കടയിലൂടെ അകത്ത് കയറിയിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കി, ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവന്മാർ ഇതിനകത്ത് കയറിയേച്ച് ഈ മുന്തിരി വള്ളി അങ്ങോട്ട് പൂത്ത് വരുമ്പോൾ ഇവന്മാർ കാ പറിക്കൽ ഇതിനകത്ത് കിടന്ന് ഉരുളുക. ഈ മുന്തിരി വള്ളിക്കകത്ത് കിടന്ന് ഉരുളുമ്പോൾ എന്നോ ചെയ്യും, ഈ പൂത്ത് വരുന്ന കായൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകും. വലിയവനാണെങ്കിൽ മുന്തിരിക്ക ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ 1-2 കൊല പറിക്കാനായി ചാടത്തുള്ളൂ, അത് പറിച്ചുകൊണ്ടങ്ങ് പോകും. അപ്പോൾ ഈ വലിയവനാണോ ചെറിയവനാണോ ഏറ്റവും നാശം ഉണ്ടാക്കുന്നത്? ഈ ചെറിയതാ. നോക്കിയേ, ഇവിടെ എന്താണ് ഈ ചെറിയ കുറുക്കന്മാരെ? പത്രോസ് രേഖപ്പെടുത്തി, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. ഗലാത്യ ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കൊലപാതകം ഇതുപോലുള്ള നീണ്ടമായ പട്ടിക പറയുമ്പോൾ ആ കൂട്ടത്തിൽ ചെറിയ കുറുക്കന്മാരെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അസൂയ, ദ്വന്ദ്വപക്ഷം, ഭിന്നത. അത് ചെറിയ കുറുക്കന്മാരാ. അതാരും കാണത്തില്ല അവന്മാരെ, അല്ലേ? മനസ്സിലിരുന്നാലും കാണത്തില്ല. മറ്റേതൊക്കെ കാണാനും പിടിക്കാനും ഒക്കെ എളുപ്പമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ആത്മീയ വളർച്ചയില്ലാതെ വരുന്നത് ഇതാണ്. നമ്മുടെ ആത്മീയ ഫലങ്ങളെ നശിപ്പിക്കുന്നത് ഈ ചെറിയ കുറുക്കന്മാരാണ്. നമ്മളെ കർത്താവിനെ വളർത്തുവാൻ കഴിയാത്തത്, ഫലകരമാക്കി തീർക്കുവാൻ കഴിയാത്തത് ഈ ചെറിയ കുറുക്കന്മാരുടെ സാന്നിധ്യമാണ്. വചനത്തിന്റെ ആ ഗൗരവം ശ്രദ്ധിച്ചാട്ടെ. മുന്തിരി വള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ. 1 പത്രോസ് 2:11 ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. 1 പത്രോസ് 2:11. ഗലാത്യർ 5:17 ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. 19 വാക്യത്തിൽ 15 കൂട്ടം കാര്യം പറഞ്ഞതിൽ പക, പിണക്കം, ഭിന്നത, അസൂയ, ജാരസംഘം, ക്രോധ, ദ്വന്ദ്വപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കുറുക്കന്മാരുടെ പട്ടിക പറഞ്ഞിട്ടുണ്ട്. മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാർ. നോക്കുക, എത്രയോ ആത്മീകമായ അനുഗ്രഹങ്ങളാണ് ഈ അസൂയ മൂലമൊക്കെ നശിപ്പിച്ചത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ശൗൽ എന്ന് പറയുന്ന വ്യക്തി ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവാണ്. ആ രാജാവിന്റെ കിരീടം നഷ്ടമായത് എങ്ങനെയാണ്? എന്താണ് അതിന്റെ കാരണം? അസൂയ. ഒരു കിരീടം നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? അസൂയ കൊണ്ടൊരു കിരീടം നഷ്ടപ്പെട്ടു പോയി. വചനത്തിൽ എത്രയോ പാഠം നമുക്ക് തരുന്നു. ജോസഫിന്റെ സഹോദരന്മാർ അവനെ അസൂയ കൊണ്ട് അവനെ വിറ്റുകളയുകയാണ്. നോക്കുക, വചനത്തിൽ ഒരുപാട്. ഒരു ആദ്യത്തെ കൊലപാതകം അസൂയാണ്. ഇന്ന് ആത്മീയ കോളത്തില് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ അസൂയാണ്. ഈ ചെറിയ കുറുക്കന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ചെറിയ കുറുക്കന്മാർ. ഈ ഭാഗം ഞാൻ കുറേയേറെ ഇരുന്ന് ചിന്തിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ചെറിയ കുറുക്കന്മാർ എന്തിനായി തോട്ടത്തേക്ക് ഓടി നടക്കുന്നത്, എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു. 1-2 വാക്യം നോക്കാം. വിലാപങ്ങളുടെ പുസ്തകം 5:18. സിയോൻ പർവ്വതം ശൂന്യമായി, ചെറുകുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നു. സിയോൻ പർവ്വതം ശൂന്യമായി, ചെറുകുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നു. എന്താണ് സിയോൻ? 132 സങ്കീർത്തനം 13-14. 132 സങ്കീർത്തനം 13-14. യഹോവ സിയോനെ തെരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും. സിയോൻ തെരഞ്ഞെടുത്തു, അവന്റെ വാസസ്ഥലമാണ്. ഇന്ന് അവൻ വസിക്കുന്ന സിയോൻ ഏതാണ്? അവന്റെ സഭയാണ്. സഭ തിമോഥെയോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ ഭവനമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. സിയോൻ അവന്റെ വിശ്രമ സ്ഥലമാണ്, അവന്റെ വാസസ്ഥല സഭയാണ്. എന്നാൽ ഈ സഭയിൽ ഈ ചെറിയ കുറുക്കന്മാർ വിലസി നടക്കുന്നതിന്റെ കാരണം എന്നാ? സിയോൻ ശൂന്യമായി പോയി. കഥാ പറഞ്ഞ ഉപമ എത്ര അർത്ഥപൂർണമാണെന്ന് പറഞ്ഞാട്ടെ. മത്തായി 12:43-45 വരെയുള്ള വാക്യത്തില് കർത്താവ് പറഞ്ഞു, അടിച്ചു വാരിയിട്ട വീട്, അതിലും ദുഷ്ടതയേറിയ ആത്മാക്കളോട് ഒന്ന് വസിക്കുന്നു. അതിന്റെ ഒറ്റ കാരണം എന്നാ? ആ ഭവനം ശൂന്യമായിരുന്നു. പാർപ്പിക്കേണ്ടവരെ അവിടെ പാർപ്പിച്ചില്ല, ഇല്ലേ? ഒരു വീട്ടിൽ ആരെങ്കിലും പാർക്കാതിരുന്ന അവിടെ ആവശ്യമില്ലാത്തവനൊക്കെ എലിയും പാറ്റായും പൂച്ചയും ചലന്തിയും ഒക്കെ കയറി പാർക്കും എന്ന് പറഞ്ഞ പോലെ ശൂന്യമായി കിടക്കുന്നത് കൊണ്ട് കുറുക്കന്മാർ അവിടെ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വാഴേണ്ടിടത്ത് അവന് വാഴുന്നില്ലെങ്കിൽ, അവന് കർത്തൃത്വമില്ലെങ്കിൽ, അവനോട് വസിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. സിയോൻ ശൂന്യമായി, കുറുക്കന്മാർ അവിടെ നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് വാഴുന്നെങ്കിൽ, അവൻ സമർത്ഥമായി ജീവിക്കുന്നെങ്കിൽ അവിടെ കുറുക്കന് സ്ഥാനമില്ല.
എവിടെയും നോക്കിക്കൊള്ളുക. ആത്മിക വളർച്ചയില്ലാതെ വരുമ്പോഴാണ് ഈ കുറുക്കന്മാർ അവിടെ നടക്കുന്നത്. കുറുക്കന്മാർ എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു. എന്നാൽ മുന്തിരിവള്ളിയുടെ ഫലത്തെ യഥാർത്ഥമായി നശിപ്പിക്കുന്നത് ഈ കുറുക്കന്മാരാണ്. 16-ാം വാക്യം, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ, അവൻ താമരയുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. മൈ beloved is mine and I am his. He feedeth his flock among the lilies. ഒക്കെ ഈ വിധത്തിൽ അവളെ ഉണർത്തിയപ്പോൾ അവളുടെ പ്രതികരണം ശ്രദ്ധിച്ചാട്ടെ. He feedeth among the lilies. നീ എവിടെയാണ് ആടിനെ മേയ്ക്കുന്നതെന്ന് നേരത്തെ ചോദിച്ചു. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നിന്ന് നോക്കിയാട്ടെ, അതിന്റെ മറുപടിയാണിത്. നീ ആടിനെ മേയ്ക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു. നീ ആടിനെ മേയ്ക്കുന്നത് എവിടെ? ഇവിടെ വന്നപ്പോൾ അവൾ മറുപടി പറയുകയാണ്, അവൻ താമരയുടെ ഇടയിൽ ആട് മേയ്ക്കുന്നു. താമര എന്നുള്ളത് നമ്മൾ ഓർത്തു, ലിലീസ്. ഹി ഫീഡത്ത് ഹിസ് ഫ്ലോക്ക് അമംഗ് ദ ലിലീസ്. കർത്താവ് ഇന്ന് തന്റെ ആടുകളെ മേയ്ക്കുന്നത് എവിടെയാണ്? വാസ്തവത്തിൽ സഭയ്ക്കകത്ത്, അല്ലേ? ഈ ലിലി പുഷ്പങ്ങൾ, നീ ലിലി പുഷ്പം പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. സഭയാണ്, വിശുദ്ധിയുടെ ഇടം. അവിടെയാണ് അവൻ ആടുകളെ മേയ്ക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് റോട്ടറി ക്ലബിലും ലയൺസ് ക്ലബിലുമാണോ ആടിനെ മേയ്ക്കുന്നത്? കർത്താവിനെ എവിടെ കാണാൻ സാധിക്കുമോ? ഇല്ല. കർത്താവിനെ എവിടെ കാണാൻ കഴിയുന്നത്? അവന്റെ സഭയ്ക്കുള്ളിലാണ്. ഹി ഫീഡത്ത് ഹിസ് ഫ്ലോക്ക് അമംഗ് ദ ലിലീസ്. അവൻ വിശുദ്ധിയുടെ പുഷ്പങ്ങളുള്ള ആ ലിലി പുഷ്പങ്ങൾ നിൽക്കുന്ന ഇടത്തിലാണ് അവന്റെ ആടിനെ മേയ്ക്കുന്നത്. അവന്റെ ശുശ്രൂഷ എവിടെയാണ്? സഭയ്ക്കുള്ളിലാണ്. അവൻ സഭയിൽ എന്ത് ചെയ്യുന്നു? ഹി ഫീഡത്ത് ഹിസ് ഫ്ലോക്ക്. അവന്റെ ആടുകളെ അവൻ എന്ത് ചെയ്യുകയാണ്? പോഷിപ്പിക്കുകയാണ്. ഹി ഫീഡത്ത് ഹിസ് ഫ്ലോക്ക്. അവന്റെ ആടുകൾക്ക് അവൻ ഭക്ഷണം കൊടുക്കുകയാണ്. നമ്മുടെ കർത്താവ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുശ്രൂഷ. അവന്റെ ആടുകളെ അവൻ പോഷിപ്പിക്കുന്നു. അവന്റെ ആടുകൾക്ക് അവൻ തീറ്റ കൊടുക്കുന്നു. ശൂനമി ഒരിക്കൽ ചോദിച്ചു, നീ എവിടെയാണ് ആടിനെ മേയ്ക്കുന്നത്? അവൾ കരഞ്ഞുകൂടായിരുന്നു. ഈ പ്രിയൻ എവിടെയാണ് അവന്റെ ആടിനെ മേയ്ക്കുന്നത്? ഇപ്പോൾ അവൾ പറഞ്ഞു, ഹി ഫീഡത്ത് ഹിസ് ഫ്ലോക്ക് അമംഗ് ദ ലിലീസ്. ആ ലിലി പുഷ്പങ്ങളുള്ള, വെണ്മ നിറമുള്ള പുഷ്പങ്ങളുള്ള ആ ഗാർഡൻ ഉണ്ടല്ലോ, അതേതാണ്? ദൈവസഭയാണ്. അവിടെയാണ് അവൻ ആടിനെ മേയ്ക്കുന്നത്. അവന്റെ ശുശ്രൂഷയെ അവൾ കണ്ടിട്ട് പറയുകയാണ്, അവൻ എനിക്കുള്ളവനാണ്, ഞാൻ അവൾക്കുള്ളവളാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഐ ആം ഹിസ് ആൻഡ് ഹീസ് മൈൻ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ. 2:16. അല്പം ആഴമായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. 2:16. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ. എന്നാൽ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ 11-ാം വാക്യം നോക്കിയാട്ടെ. കർത്താവിനോട് ഏകീഭവിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് അവൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. 11-ാം വാക്യം, ഞാൻ എന്റെ പ്രിയനുള്ളവൻ, അവന്റെ ആഗ്രഹം എന്നോടാവും. ഇവിടെ നേരത്തെ പറഞ്ഞു എന്റെ പ്രിയൻ എനിക്കുള്ളവളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്ന ഐ ആം മൈ ബെലവഡ്സ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യ പറയുകയാണ് എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണോ, അതോ ഞാൻ എന്റെ ഭർത്താവിന്റേതാണെന്ന് പറയുന്നതിനാണോ വ്യത്യാസം? അവളെ സൃഷ്ടിച്ചത് അവളുടെ ഭർത്താവിന് വേണ്ടിയാണ്. ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും. ഐ ആം മൈ ബെലവഡ്സ്. ആ ചിന്താഗതി വ്യത്യസ്തമാണ്. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് അവൻ എന്റേതാണെന്ന് പറയുന്നത്. നോക്കുക, പരിശുദ്ധാത്മാവ് പദപ്രയോഗം ചെയ്തിരിക്കുന്ന നോക്കി. ആരംഭ സമയത്ത് അവനെ പ്രൊസസ് ചെയ്യാൻ അവൾ ആഗ്രഹിച്ചെങ്കിൽ പിന്നീട് അവൾക്ക് മനസ്സിലായി, നോ, ഐ ആം ഹിസ്, ഞാൻ അവന്റേതാണ്. മാത്രമല്ല അവന്റെ ആഗ്രഹം ആരോടാണ്? അയ്യോ, വാക്യം ഒന്ന് ഓർത്തേ, ഒന്ന് ആലോചിച്ചേ. ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. ബൈബിളിൽ ഒറ്റ പ്രാവശ്യമേ ആ വാക്ക് പറഞ്ഞിട്ടുള്ളെന്നാ പണ്ഡിതന്മാർ പറയുന്നത്. പിന്നീട് എവിടാന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ഔവയോട് പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും. യുവർ ഡിസയർ വിൽ ബി ടുവേർഡ്സ് യുവർ ഹസ്ബൻഡ്. ആ വാക്ക് ബൈബിളിൽ പിന്നെ വന്നിരിക്കുന്ന ഇവിടെയുള്ളൂ. എന്താണ്? അവിടെ വീണുപോയ സ്ത്രീക്ക് അവളുടെ ഭർത്താവിനോടൊരാഗ്രഹം, ഭൂമിയിലുള്ള ഏത് സ്ത്രീക്കും അവളുടെ ഭർത്താവിനോടൊരാഗ്രഹമുണ്ട്. അതങ്ങനെ ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, അവൾ ഭർത്താവിനെ ആഗ്രഹിക്കുന്ന സ്ത്രീ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവന്റെ ആഗ്രഹം. ആരുടെ ആഗ്രഹം? ദൈവപുത്രന്റെ ആഗ്രഹം എന്നോടാണ്. ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്ന പോലെ അവൻ എന്നെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ചിന്തിച്ചേ, ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. ഞാനത് മനസ്സിലാക്കിയപ്പോഴാണല്ലോ ഞാൻ ഒത്തിരി കർത്താവിനെ ആരാധിച്ചിട്ടുണ്ട്. ആ വാക്യം ഓർത്ത് ഞാൻ ആരാധിച്ചിട്ടുണ്ട്. ആരാധനോത്സവം അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ചിന്ത എനിക്ക് തോന്നി. അവന്റെ ആഗ്രഹം എന്നോടാണ്. അവൻ ഈ ക്രൂശിലേക്ക് മരിക്കുന്നത് അതുകൊണ്ടാണ്. അവൻ കാൽവറി ക്രൂശിലോളം മരിക്കുന്നത്, കടന്നു വന്ന് മരിക്കുന്നത് എന്നെ നേടുന്ന സന്തോഷം. ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. ബൈബിളിൽ അത് ഒറ്റ പ്രാവശ്യമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. അത് സ്ത്രീയുടെ ആഗ്രഹം അവളുടെ ഭർത്താവിനോടാണെന്നുള്ളത് ഓർക്കുമ്പോൾ ഇവിടെ അത് തിരിച്ചു പറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ മഹത്വം നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ കർത്താവിന് നമ്മോടുള്ള ആഗ്രഹം. ഇവിടെ ശൂനമി
ഞാൻ എന്റെ പ്രിയനുള്ളവളാണെന്ന് പറയുമ്പോൾ അവളുടെ സമർപ്പണമാണ് പിന്നീട് എടുത്ത് കാണിക്കുന്നത്. സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവമാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ ചിന്തിച്ചത്. കർത്താവിനെ വെച്ചാൽ നമ്മൾ ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് പിന്നീട് ആ ഭാഗം വ്യക്തമായിട്ട് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഈ കവിതയുടെ ആരംഭത്തിൽ പറയുന്ന പലതിന്റെയും വാസ്തവത്തിലുള്ള പൂർത്തീകരണം പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അവളുടെ പൂർണ്ണ സമർപ്പണത്തിൽ വരുമ്പോൾ അവൻ താമരയിടയിൽ ആടുമേയ്ക്കുന്നു. 17-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ വായിക്കുന്നു, വെയിലാറി നിഴൽ കാണാതെയാകുവോളും എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുലനായിരിക്കുക. എന്തൊരു ദുഃഖപൂർണ്ണമാണെന്ന് നോക്കിക്കട്ടെ. കാരണം എന്നാ, അവളെ പുറത്തോട്ട് വിളിച്ചു, ഇറങ്ങി വരാൻ അവളെ പുറത്തോട്ട് വിളിച്ചു, നമുക്കൊന്നിച്ചു പോകാം, താഴ്വരയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത് എന്നാ, വെയിലാറി നിഴൽ കാണാതെയാകുവോളം എന്റെ പ്രിയനെ നീ മടങ്ങി വരികയാ. എന്നിട്ട് ഇവിടെ എടുത്തു പറഞ്ഞു, ദുർഘട പർവ്വതങ്ങൾ, എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനും കലക്കുട്ടിക്കും തുള്ളാൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ അല്പം കൂടെ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. Until the day breaks and the shadows flee away, my beloved, and be thou like a roe or a young hart upon the mountain of Bether. Mountain of Bether എന്ന ഇംഗ്ലീഷ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. Mountain of Bether എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓർ ഡിവിഷൻ. മൗണ്ടൻ ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവളും അവനുമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ടായെന്നുള്ളത് അവൾക്കറിയാം. അവളും അവനും കൂടെ ഒരു മുറിക്കകത്തായിരുന്നു, ഒരു കിടക്കയിലായിരുന്നു, അഭേദ്യമായ ഒരു ബന്ധത്തിലായിരുന്നു, ഒരു മുറിക്കുള്ളിലായിരുന്നു. അവൾക്ക് മനസ്സിലായി അവൻ പുറത്താണെന്നുള്ളത് മനസ്സിലായി. ആ അഭേദ്യമായ ബന്ധം നഷ്ടപ്പെട്ട് അവൻ പുറത്ത് നിന്നുകൊണ്ട് അവളെ വിളിക്കുകയാണ് പുറത്തോട്ട് വരുവാൻ. നമുക്ക് പോകാം, താഴ്വരയിലേക്ക് പോകാം. അവളെ ഉണർത്തി, 7 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഉണർത്തി. അവൾക്ക് അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി, അവളുടെ ശബ്ദത്തെ പുകഴ്ത്തി, അവളെ ചെറിഷ് ചെയ്തു. അവളെ വിളിക്കുകയാണ് വരാനായിട്ട്, ചെറിഷ് ചെയ്തു. അന്നേരം അവിടെ ആഗ്രഹം എന്നാ, നീ മടങ്ങി വരിക, ഈ സെപ്പറേഷൻ ഒക്കെ മാറ്റി നീ ഇഞ്ഞ് വരാനായിട്ട് വിളിക്കുക. വീണ്ടും അവനോട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. വീണ്ടും മതിൽക്ക് പുറത്തു നിൽക്കുന്ന കർത്താവിനെ മതിലിന്റെ ഉള്ളിലാക്കുവാൻ അവൾ ശ്രമിക്കുകയാണ്. അതാണ് നമ്മൾ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, രാത്രി സമയത്ത് എന്റെ കിടക്കൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റിട്ടില്ല, അവൾ കിടക്കയിൽ തന്നെയാണ്. കിടക്കയിൽ വിട്ട് പുറത്തോട്ട് വരുവാൻ വിളിക്കുന്ന ആ കർത്താവിനോടൊത്ത് അവൾ ഏകീഭവിച്ചില്ല. അപ്പോൾ കിടക്കയിലാണ് അവൾ എപ്പോഴും, മടിയാണ്. അവൾ വിളക്ക് കത്തിച്ചിട്ട് എവിടെ വെച്ചിരിക്കുന്നത്? ഇപ്പം കട്ടലിന്റെ കീഴിലാണ്. മർക്കോസ് 4:2 വായിക്കുന്നുണ്ടല്ലോ, വിളക്ക് കത്തിച്ച് കട്ടലിന്റെ കീഴിലാണ്. എഫേസ്യർ 5:14 ഉറങ്ങുന്നവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്ക. അവൾ ആ കട്ടിലിൽ ഉറങ്ങുകയാണ്. ആത്മജീവിതത്തിന്റെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഉറങ്ങുകയാണ്. കർത്താവ് വളരെയധികം നമ്മോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദൈവജനം പ്രകാശമില്ലാതെ പോകുന്നത്, ദൈവജനം പ്രയോജനശൂന്യമായി പോകുന്നത് അവരുടെ മടിയാണ്, ഉറക്കമാണ്, കിടക്കയാണ്. വിളക്ക് കത്തിച്ച് പറയും കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറില്ല. ഇവളിപ്പോഴും അവളെ ഉണർത്തി അതിന്റെ പുറത്തു കൊണ്ടുപോകാൻ കൊതിക്കുന്നെങ്കിൽ ഇന്ന് വീണ്ടും അവള് ആ മതിലിന്റെ ഉള്ളിൽ അവൾ ഇരിക്കുകയാണ്. പുറത്തോട്ട് പോകുവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. കിടക്ക അവളുടെ മടിയെ കാണിക്കുന്നു. എന്നിട്ട് രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. കിടക്ക വിട്ട് എഴുന്നേൽക്കാതെ 4 പ്രാവശ്യം അവിടെ അന്വേഷിച്ചു എന്ന് കാണുന്നുണ്ട്. 1-ാം വാക്യത്തിൽ 2 പ്രാവശ്യം, 2-ാം വാക്യത്തിൽ 3-ാമത് അന്വേഷിച്ചു, ആ 2-ാം വാക്യത്തിൽ വീണ്ടും 4-ാമത് അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ 4 പ്രാവശ്യം അവൾ അന്വേഷിച്ചു, പ്രാണപ്രിയനെ അന്വേഷിക്കുകയാണ്. പല പണ്ഡിതന്മാർ പറയുന്നു, വിശ്വാസ ജീവിതത്തിൽ വളർത്തുവാൻ, നമ്മെ ഉണർത്തുവാൻ കർത്താവ് ചെയ്യുന്ന ചില പ്രക്രിയയാണ് എന്ത്? ലോസ് ഓഫ് ഫെലോഷിപ്പ്. അവൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരാതെ, അവൻ ആഗ്രഹിക്കുന്ന ഒരു ഇടത്തിലേക്ക് നമ്മൾ പോകാതെ വരുമ്പോൾ ദ സെൻസ് ഓഫ് ലൂസിംഗ് ദ ഫെലോഷിപ്പ്, അവനോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട ഒരു ബോധം നമുക്ക് തരും. എന്തിനാണെന്നറിയാമോ? നമ്മളെ വീണ്ടും ഉണർത്തി ആ വലിയ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഇവിടെ നമ്മൾ അത് തന്നെയാണ് ശൂന്യമയിൽ കാണുന്നത്. അവൾ ചില റെസൊല്യൂഷൻ പാസ്സാക്കി അവനെ അന്വേഷിക്കേണ്ട ഇടത്തിലല്ല അന്വേഷിക്കുന്നത്. എവിടെ അന്വേഷിക്കുന്നത്? ഇപ്പോഴും കിടക്കയിൽ അന്വേഷിക്കുകയാണ്. കാരണം കിടക്കയിലായിരുന്നല്ലോ. നമുക്കൊരു കിടക്കയുണ്ട്, നമുക്കൊരു വീടുണ്ട്. ഇന്ന് അവൻ കിടക്കയിലല്ല, അവൻ കിടക്കുവാനുള്ളവനല്ല, അവൻ പ്രവർത്തിക്കുന്നവനാണ്. ഇവൾ ഇപ്പോഴും അന്വേഷിക്കുന്ന കിടക്കയിലാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം ഇവിടെയുണ്ട്, അവൾ അന്വേഷിക്കാൻ തുടങ്ങി. കർത്താവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് അമ്മയപ്പന്മാർ പോയി. മത്തായി 4:12 തൊട്ടുള്ള വാക്യത്തിൽ 3 ദിവസം കഴിഞ്ഞിട്ട്, 3 ദിവസം അല്ലേ കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കുന്ന കർത്താവ് അവരോട് കൂടെ ഇല്ല എന്നുള്ളത്. ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അന്വേഷണം തുടങ്ങി. അതേ അർത്ഥമാണ് ഇവിടെ കാണുന്നത്.
ആ കംപ്ലീറ്റ് യൂണിയൻ കൊതിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ അവൾ വീണ്ടും ശ്രദ്ധിക്കുകയാണ്. ഇത് മനുഷ്യ മനസ്സിനെ വളരെ വേദനിപ്പിക്കും, ദൈവജനത്തെ വേദനിപ്പിക്കും, ആത്മീയന്മാർക്ക് വളരെ വേദനയുണ്ടാകും. സങ്കീർത്തനം 30:7 നോക്കിയാട്ടെ. സങ്കീർത്തനം 30:7. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വത്തെ ഉറച്ചു നിൽക്കുമാറാക്കി, നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ദാവീദ് പറയുകയാണ്, ദൈവം മുഖത്തെ മറച്ചു, ഭ്രമിച്ചുപോയി. Thou did hide thy face and I was troubled. ദൈവത്തിന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ട്രബിൾഡ് ആവും. എമൗസിലേക്ക് ശിഷ്യന്മാർ ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു, അവർ നിരാശരായി മാറി. കർത്താവുമായിട്ട് ദേവാലയത്തിലേക്ക് പോയ മടങ്ങി വരുന്ന മാതാപിതാക്കൾ കർത്താവ് ഇല്ലെന്നുള്ളത് മനസ്സിലായി, they were disturbed. ശൂനമയ്ക്ക് അവന്റെ സാന്നിധ്യമില്ലെന്ന് മനസ്സിലായി, ഷീ വാസ് ഡിസ്റ്റർബ്ഡ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആത്മിക ഉറക്കത്തിൽ നിന്ന് അവളെ ഉണർത്തുവാൻ ഹി വാസ് ഡിസ്റ്റർബിംഗ് ഹെർ. അവളെ ഉണർത്തുകയാണ്, അവളെ അസഹ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില അസ്വസ്ഥതകളും അസൗകര്യങ്ങളും ഒക്കെ നമുക്ക് കടന്നു വരും. എന്തിനാണെന്നറിയാമോ? നമ്മളെ കുറച്ചുകൂടെ ഉണർത്തുകയാണ്, നമ്മളെ വളർത്തുകയാണ്, ആത്മീകമായി നമ്മളെ വീണ്ടും ഉണർത്തുകയാണ്. നമ്മളെ ഉണർത്തി കർത്താവ് ആഗ്രഹിക്കുന്ന ഉന്നതമായ ഒരു സ്ഥലത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ പലപ്പോഴും നമ്മളുടെ സ്വസ്ഥതകൾ അത് നഷ്ടപ്പെടുത്താറുണ്ട്. ഹി വിൽ ഡിസ്റ്റർബ് അവർ പീസ്. ഇവിടെ അവൾ ചില റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അവൾ അന്വേഷിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൾ ചില റെസൊല്യൂഷൻ പാസ്സാക്കി. ആ റെസൊല്യൂഷൻ എന്താണ്? ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ച് വീതികളിലും വിശാല സ്ഥലത്തും ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഇവിടെ നോക്കിയേ, അവൾ പറയുന്നു നഗരത്തിൽ അന്വേഷിക്കും, വീതിയിലും വിശാല സ്ഥലത്തും അന്വേഷിക്കും. നഗരമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യെരൂശലേമാണ്. യെരൂശലേമിൽ വീതിയിൽ വിശാല സ്ഥലത്തിൽ ജനങ്ങൾ കൂടി വരുന്ന ഇടം, ഇത് സഭയുടെ ചിത്രമാണെന്ന് ദൈവദാസന്മാർ വിശ്വസിക്കുന്നു. അന്വേഷിക്കും. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ, അതിന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ. ഈ കാവൽക്കാര് മൂപ്പന്മാരുടെ ചിത്രമാണ്. വാച്ച്മെൻ ദറ്റ് ഗോ അബൌട്ട് ദ സിറ്റി ഫൗണ്ട് മീ. ഈ യെരൂശലേമിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ ദൈവസഭയുടെ ചിത്രമാണെന്ന്, ദൈവസഭയിലെ മൂപ്പന്മാരുടെ ചിത്രം. അവരെക്കുറിച്ച് ഒരുപാട് വാക്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. എസെക്കിയേൽ 3:17. മനുഷ്യപുത്ര, ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. യെശയ്യാവ് 62:6 എന്ന് വായിക്കാം. യെശയ്യാവ് 62:6. ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അപ്പോൾ ഈ കാവൽക്കാരെ ആരാണ്? യഹോവയെ ഓർപ്പിക്കുന്നവരാണ്. റിമൈൻഡേഴ്സ്, ദൈവത്തെ ഓർപ്പിക്കുന്നവരാണ്. വീണ്ടും നോക്കാം. ജെറമ്യാവ് 6:17. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കി കാഹളം ശ്രദ്ധിപ്പീനെന്ന് കൽപ്പിക്കുന്നു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാതികളെ കേൾപ്പീൻ. കാവൽക്കാർ കാഹളമൂതുകയാണ്. എന്താണ് കാഹളമൂതുന്നത്? മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ശത്രു വരുന്നുണ്ട്, ഒരുങ്ങുവാൻ, യുദ്ധത്തിന് പോകുവാൻ ഒക്കെ ആഹ്വാനം കൊടുക്കുകയാണ്. ആര്? ഈ കാവൽക്കാർ. ദൈവസഭയുടെ മൂപ്പന്മാർ സഭയുടെ കാവൽക്കാരാണ്. മൂപ്പന്മാരുടെ ശുശ്രൂഷ എന്താണ്? അവനോട് പറഞ്ഞു, നിങ്ങളെ തന്നെയും തന്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയും സൂക്ഷിച്ചുകൊള്ളുവാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. കാത്തുകൊള്ളുവാൻ. അപ്പോസ്തലപ്രവൃത്തി 20:28 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് നമുക്ക് അതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ അവൾ പല റെസൊല്യൂഷൻ പാസ്സാക്കി. പട്ടണത്തിൽ അന്വേഷിച്ചു, വീതികളിൽ അന്വേഷിച്ചു, കാവൽക്കാരുടെ അടുക്കൽ കണ്ടു. എന്നെ പ്രാണനെ കണ്ടോ എന്ന് ചോദിച്ചു. 4-ാം വാക്യത്തിൽ അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ, ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ, ഈ ആളുകളുടെ ഇടയിലൊന്നും അല്ല, അവരെ വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു. അവൾക്ക് നഷ്ടമായ കൂട്ടായ്മ അവൾക്ക് തിരിച്ചു കിട്ടി. അവളും അവനുമായിട്ടുള്ള ഏകാന്തതയിൽ ഇവരെയൊക്കെ വിട്ടുപോയപ്പോൾ അവൾക്ക് ആ അനുഭവം കിട്ടി, ആ കൂട്ടായ്മ തിരിച്ചു കിട്ടി. പക്ഷെ കിട്ടിയിട്ട് എന്താ ചെയ്തത്? ഞാൻ അവനെ പിടിച്ചു എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ച ഉള്ളാറയിലേക്കും കൊണ്ടുവരുന്നവരെ അവനെ വിട്ടില്ല. എന്റെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്താണ് ഈ അമ്മയുടെ വീട്? ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആരാണ് അമ്മ? ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. 4:26. മീതെയുള്ള യെരൂശലേം സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. കൃപയുടെ കരവലയത്തിൽ രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം പറയാം, മീതെയുള്ള യെരൂശലേം നമ്മുടെ അമ്മയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് അവർക്ക് അവകാശപ്പെടാം. അവരാണ് പറയുന്നത് മീതെയുള്ള യെരൂശലേം നമ്മുടെ അമ്മയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവനെ പിടിച്ചു എന്റെ അമ്മയുടെ വീട്ടിലേക്ക്.
ദൈവസഭയുടെ ചിത്രമാണ്. എന്നെ പ്രസവിച്ചവളെ അറയിലേക്ക് കൊണ്ടുവരുന്നവരെ അവളെ വിട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള നഷ്ടപ്പെട്ട ബന്ധം അവളെ ഡിസ്റ്റർബ് ചെയ്തു. ആ ഡിസ്റ്റർബൻസ് കഴിഞ്ഞ് അവനോട് കൂട്ടായ്മ കിട്ടി. അന്നേരം അവൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, യെരുശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളും അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലും അത് തന്നെയല്ലേ പറയുന്നത്, ചെറുമാനുകളാണ്, വയലിലെ പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുമ്പോൾ അതിനെ ഇളക്കരുത്, ഉണർത്തുക. ആദ്യത്തെ സെഷൻ ആ വാക്കുകൊണ്ട് അവസാനിച്ചെങ്കിൽ 2-ാമത്തെ സെഷനും ഈ വാക്കുകൊണ്ട് അവസാനിക്കുന്നു. രണ്ടിടത്തും എന്താണ്? അവനോടുള്ള അഭേദ്യമായ ബന്ധം. ആദ്യം അവനുമായിട്ടുള്ള ബന്ധം കിട്ടി. മാനുകൾ നമ്മൾ ഓർത്തു, ചെറുമാനുകൾ ചെറിയ ഡിസ്റ്റർബൻസിൽ ഡിസ്റ്റർബ്ഡ് ആയി പോകുന്നതാണ്. ഉണർത്തരുത്, അവളോടുള്ള സ്നേഹബന്ധം ആരും ഡിസ്റ്റർബ് ചെയ്യരുത്, അവൾ അങ്ങനെ വസിക്കട്ടെ. എന്നാൽ അവൻ തന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്തു. എന്തിനാണ്? ആത്മീകമായിട്ട് അവൾ പുറത്തു വന്ന് അവന്റെ ശുശ്രൂഷയിൽ ഏകീഭവിച്ച് അവനോടൊത്ത് ശുശ്രൂഷയിലേക്ക് അവളെ കൊണ്ടുവരാൻ വേണ്ടി അവളെ ഡിസ്റ്റർബ് ചെയ്തു. അവൾ അസ്വസ്ഥതയായി. അവനോടുള്ള കൂട്ടായ്മ അവൾക്ക് തിരിച്ചു കിട്ടുന്ന ചിത്രമാണ്. അന്നേരം വീണ്ടും പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളും അതിനെ ഇണർത്തരുത്, ഉണർത്തുകയും അരുത്. ആ കൂട്ടായ്മയിൽ അവൾ വീണ്ടും കഴിയുകയാണ്. നോക്കുക, ഇപ്പോഴും അവൾ ആ പ്രിയൻ ആഗ്രഹിക്കുന്ന ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർന്നില്ല. ഈ പ്രേമഗീതം, ആത്മീയഗീതത്തിൽ, കർത്താവ് സഭയുമായിട്ടുള്ള ഈ ചിത്രത്തിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. മതിലിന്റെ ഉള്ളിലെ അനുഭവം, 4 ഭിത്തിക്കുള്ളിലെ അനുഭവം, ദൈവജനത്തിലേറിയ പങ്കും ആ വിധത്തിലുള്ള അനുഭവത്തിൽ തൃപ്തരായി കഴിയുമ്പോൾ കർത്താവിന്റെ ദൗത്യം, അവൻ ലോകത്തെ സ്നേഹിച്ചു, നമ്മെ ലോകത്തിലേക്ക് പറഞ്ഞയച്ചു, നമ്മെ ഭൂമിയുടെ അറ്റത്തോളം പറഞ്ഞയച്ചു. ഈ ലോകത്തിന്റെ ആ സുശേഷീകരിക്കുന്ന ദൗത്യം നമ്മളെ ഏൽപ്പിച്ചു. അവൻ ചെറുമാനും കലക്കൊട്ടിനും തുല്യനായി ആ പർവ്വതങ്ങളിലും താഴ്വരയിലും ഇറങ്ങിപ്പോകുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവരുവാൻ അവൻ കൊതിക്കുന്നു. അവൾക്ക് പോകുവാൻ മനസ്സില്ലേ? അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അവളുടെ പീസ് നഷ്ടമാക്കുന്നു. എന്തിനു വേണ്ടി? അവളെ ഒന്നുകൂടെ ആത്മീയമായിട്ട് അവനോട് ഏകീഭവിപ്പിക്കുവാൻ. പക്ഷെങ്കിൽ എന്ത് ചെയ്തു? അവളെ കൂടുതലായിട്ട് പരീക്ഷിപ്പാൻ സാധ്യമല്ല. അവൾക്ക് ആ കൂട്ടായ്മ അവൻ തിരിച്ചു കൊടുക്കുകയാണ്. അവൾ ആഗ്രഹിച്ച സന്തോഷം മടക്കി കിട്ടുമ്പോൾ വീണ്ടും അവളെ ഒരു പടി കൂടെ കടന്ന് വീണ്ടും കർത്താവ് ഇടപെടുന്ന അടുത്ത ഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കുക. ഇന്നും കർത്താവ് നമ്മളെ ചെയ്യുന്ന പോലെ നമ്മളെ ചിലപ്പോൾ അവൻ വിശപ്പിക്കും, ചിലപ്പോൾ നമ്മളെ നിറയ്ക്കും, നമ്മളെ ചിലപ്പോൾ കരയിക്കും, നമ്മളെ ചിലപ്പോൾ സന്തോഷിപ്പിക്കും. ഇതൊക്കെ എന്തിനാണ്? നമ്മളെ ആത്മീയമായിട്ട് വളർത്താനാണ്, അവന്റെ ദൗത്യത്തിലേക്ക് നമ്മളെ ഉയർത്താനാണ്. ഈ രാത്രി നമ്മളെ ഒന്ന് പരിശോധിക്കാം. വാസ്തവത്തിൽ ആ പ്രിയൻ കൊതിക്കുന്ന പോലെ അവനോട് ഏകീഭവിച്ച് പുറത്തോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കാം. ആ മുന്തിരിത്തോട്ടത്തിലെ ചെറിയ കുറുക്കന്മാരെ നാം പിടിച്ച് ആ ഫലങ്ങൾ പൂർണ്ണമായി ആ പ്രിയന് നൽകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.